സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു 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 കർത്താവേ. ഹല്ലേലൂയ. രക്തത്താലും ജയം, രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തുതികളിൽ മേൽ അധിവസിക്കുന്നവനെ, രാജാതിരാജാവേ, കർത്താതി കർത്താവേ, താൻ മാത്രം അമർത്യമുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി അടുത്ത് വരുക കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. കർമ്മേലുള്ള സകല കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഓരോ ദിവസവും ജയോത്സവമായി നടത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്നു പോറ്റി പുലർത്തുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ, രക്താമ്പലം പോലെ ആയാലും പഞ്ഞി പോലെയാക്കുന്ന കർത്താവേ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമൊഴികെ സർവ്വത്തിന് ഞങ്ങൾക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട പിതാവേ, അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിപ്പ സഹായത്തിനുള്ള കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. പാടുന്ന പ്രിയപ്പെട്ടവരെ, ആരാധന ലീഡ് ചെയ്യുന്നവരെ കർത്താവേ, ഇന്ന് രാത്രികാലത്തെ വചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനെ ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ സഹായിക്കണം കർത്താവെ. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന്റെ മഹത്വമായി തീരണം കർത്താവെ. കർമ്മേലിൽ ഇറങ്ങിയെത്തി കർത്താവേ, ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ ഓരോ കുടുംബങ്ങളും ഇറങ്ങണമേ കർത്താവെ. അപ്പാ, ഞങ്ങളുടെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പണിയുവാൻ തക്കവണ്ണം കർത്താവെ, ചട്ടപ്രകാരം യാഗത്തിന്മേൽ വയ്ക്കുമ്പോൾ ആകാശത്ത് നിന്ന് തീയിറങ്ങി യാഗവസ്തു ദഹിപ്പിച്ചതുപോലെ കർത്താവെ, രാത്രികാലം ജീവനും ചൈതന്യമുള്ള കർത്താവെ, ആരാധനയായി തീരുവാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങേക്ക് പൂർണ്ണ പ്രസാദമുള്ള യാഗമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ കർത്താവെ. ആദിയോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. കയറി ഇറങ്ങുന്ന എല്ലാ കുടുംബങ്ങളെ കഴിഞ്ഞ 2.5 വർഷമായി കർത്താവെ, ഒരു ദിവസം പോലും മുടങ്ങാതെ വേണം എൻ്റെ അപ്പച്ചൻ ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിച്ചതിനായി കോടാനുകൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനിയുള്ള മീറ്റിങ്ങുകളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ശുശ്രൂഷിക്കട്ടെ കർത്താവെ. അപ്പാ, എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ആരുടെയും വാക്കിന്റെ സാമർഥ്യമല്ല കർത്താവെ, അപ്പാ, ഞങ്ങളുടെ കഴിവല്ല പച്ച, അങ്ങയുടെ കൃപയെന്ന് മാത്രമാ കർത്താവെ. അപ്പാ, അങ്ങയുടെ കൃപമേൽ ഞങ്ങളെ കൃപ പ്രാപിച്ചെടുക്കുവാൻ സഹായിക്കണമേ അപ്പാ. ഇന്ന് രാത്രികാലം നെറ്റിന്റെ യാതൊരുവിധ ഇഷ്യൂ ഉണ്ടാകല്ലേ കർത്താവെ. ഫേസ്ബുക്കുകളിൽ കൂടെ, യൂട്യൂബുകളിൽ കൂടെ കർത്താവെ, സൂം പ്ലാറ്റ്ഫോമിലൂടെയും നടക്കുന്ന ഈ മീറ്റിംഗ് കർത്താവെ, ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ തലമുറകൾക്കെല്ലാം കർത്താവെ, ആ ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ഞെട്ടിന്റെ യാതൊരു വിധ ഉണ്ടാകല്ലേ. പ്രകൃതിയിൽ നിന്നൊരു ബുദ്ധിമുട്ട്, മഴയുടെ ബുദ്ധിമുട്ട്, പ്രയാസം ഒന്നും ഉണ്ടാകാതെ എല്ലാ പച്ച നിയന്ത്രിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ കുറവാടെ നന്മയ്ക്കോ അനുഗ്രഹത്തിനോ ഇന്നത്തെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ കർത്താവ്. പാടുന്ന പൈതലിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. ലീഡ് ചെയ്യുവാൻ നിരമകളെ അഭിഷേകം ചെയ്യണമേ കർത്താവെ. ആരും ജഡത്തി പ്രശംസിപ്പാനിടയാക്കല്ലേ. അവിടുത്തെ സമ്പൂർണമായി അപ്പന്റെ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന യാതൊരും കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവേ, അപ്പാ, ഇനി മീറ്റിംഗ് ലീഡ് ചെയ്യാനായി എന്നെ നിയോഗിച്ചതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. ഇനി നമ്മൾ ആരാധിക്കാൻ പോവാണ്. യേശുവിനെ നമുക്ക് പാടി ഒരു നിമിഷം ആരാധിക്കാം. ആ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏവർക്കും പ്രിയപ്പെട്ട, എല്ലാവരും വളരെയധികം കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അന്ത്യകാല അഭിഷേകം എന്നൊരു പാട്ടാണ്. ആ പാട്ടിൽ ദൈവം നമ്മളിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ ആ ഒരു ആഗ്രഹമാണ് ആ പാട്ടിലൂടെ നമ്മൾ പ്രകടമാക്കുന്നത്. ഈ ഗീതത്തിലൂടെ പരിശുദ്ധാത്മാവ്
ആത്മാവിന്റെ സ്നേഹം, അതെല്ലാം സന്തോഷം, ഇതെല്ലാം നമ്മളിലേക്ക് ഇറങ്ങി നമ്മുടെ ആത്മാവിനെ പുതുക്കാനായിട്ട് ഈ പാട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ഇത് പാടുന്ന ഓരോ നിമിഷവും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് നമ്മളുടെ ദൈവം നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ശക്തിയും അത്രയും ധൈര്യവും, പാടുമ്പോൾ അത്രയും ധൈര്യവും നമ്മൾക്ക് ഈ പാട്ടിലൂടെ ലഭിക്കുകയാണ്. ഈ പാട്ട് പാടി ഞാൻ ആരാധിക്കാൻ പോവുകയാണ്. എന്റെ എന്ത് തെറ്റുകുറ്റങ്ങൾ എന്തും എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ അർപ്പിക്കുകയാണ്. എനിക്ക് എന്ത് തെറ്റുകുറ്റമുണ്ടെങ്കിലും എന്റെ ദൈവം അതെല്ലാം തിരുത്തി എന്നെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആ തീയന്നിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ
ആത്മാവിൽ നിറയ്ക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ പാട്ടിൽ ധാരാളം കുറവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും എന്റെ അപ്പൻ ഇന്ന് എന്നെ ഇവിടെ ഈ പാട്ട് പാടി ആരാധിക്കാനായി എന്നെ ഇവിടെ നിയോഗിച്ചതിന് അപ്പനോട് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. ഇന്ന് ഈ ഓൺലൈൻ യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ദൈവം നമ്മൾക്ക് അവസരം നൽകിയതിന് നമ്മൾക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാനും അവന്റെ മുഖത്തെ അന്വേഷിക്കുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനായി ഒരുമിച്ച് കൂടിയത് തന്നെ വളരെ വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് ഈ സമയം ദൈവം ഇവിടെ നമ്മളുടെ പ്രാർത്ഥന അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി അവന്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരിലേക്കും സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹിക്കട്ടെ. അടുത്തത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനാൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അത് നമുക്ക് കർമ്മേൽ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനാൽ ഞാൻ സുശീല സിസ്റ്ററിനെ ഇൻവൈറ്റ്. വിഷയം പറയണേ, ഇപ്പൊ ആരംഭിക്കാനാണോ? കർമ്മേൽ അതെ, പ്രയർ കർമ്മേൽ ഗ്രൂപ്പിന് പ്രയർ ഗ്രൂപ്പിനെ അതിന്റെ തലമുറകളെ ആ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ അപ്പായെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ രാത്രികാലം കർത്താവെ, കർമ്മേൽ ഗ്രൂപ്പിനെ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന ഗ്രേസി സിസ്റ്ററെ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവെ, നിനക്ക് വേണ്ടി ശോഭിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം, 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 സ്തോത്രം കർത്താവെ. ആ മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ കർത്താവെ. നിന്റെ ധൈര്യം ബലവും പകർന്നുകൊണ്ടിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഈ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കുടുംബത്തെയും എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനവധി വിഷയങ്ങളുമായി പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെ ഇന്ന് രാത്രികാലം എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവമേ, അവരുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും കർത്താവെ, അവരുടെ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവം കർത്താവെ ഞങ്ങൾക്ക് കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. അവരുടെ വിഷയം എന്ത് തന്നെയായാലും എൻ്റെ അപ്പായുടെ പക്കൽ എല്ലാറ്റിനും പരിഹാരമുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് വലിയവനായ ദൈവം ഞങ്ങൾക്ക് വലിയവ ചെയ്തു എന്ന് പറയുവാൻ കർത്താവെ, ഓരോ കുടുംബങ്ങളും നല്ല സാക്ഷ്യങ്ങളായി എഴുന്നേൽക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, ഈ ഗ്രൂപ്പിൽ കടന്നു വന്നത് ദൈവമേ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് വലിയൊരു വിടുതലായി തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ആരുടെയും ഹൃദയങ്ങൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത് കർത്താവെ. അവരുടെ കാൽ വഴുതുവാൻ ഇടവരാതെ വണ്ണം സ്വർഗം അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഭാരപ്പെടുന്ന അവരുടെ സമസ്ത ഭാരങ്ങളും അവരുടെ വിഷയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. വഴിതെറ്റി ജീവിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ കർത്താവെ, നിന്റെ മക്കളായ ആരും തന്നെ കർത്താവെ ഒന്നുപോലും നഷ്ടമായി പോകുവാൻ, തെറ്റായ പാതകളിൽ സഞ്ചരിക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. മുൻപടയായി പിൻപടയായി അങ്ങയുടെ മക്കൾക്ക് ദൂതന്മാരെ കാവൽ ചെയ്തു കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായി ഭാരപ്പെടുന്നവരെ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. എൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രികാലം കർത്താവെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, നീ ഭൂമിയിൽ കൊടുത്ത ആയുസ് ദൈവമേ, രോഗക്കിടക്കയിൽ ശരണം പ്രാപിക്കാൻ, അവർ നരകയാതനെ അനുഭവിക്കുവാൻ ഇടവരാതെ വണ്ണം മരുന്നിനേക്കാൾ ലേപനത്തെക്കാൾ എല്ലാം ഉപരി കർത്താവെ, ഉച്ചൻ തല മുതലുള്ള കാര്യമായി ഈ രാത്രികാലം ഞങ്ങൾ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
അവിടുത്തെ ശുദ്ധ രക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗിയുടെ കിടക്കയെ മാറ്റിവിരിക്കുന്ന ദൈവമാണ് നീ കർത്താവേ. അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകനാണ് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സശാൽ ഞാൻ നിന്റെ വ്യാധികളെ ചുമന്ന് നിന്റെ രോഗങ്ങളെ വഹിച്ച എൻ്റെ അടിപ്പിണരാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം കൽപ്പിച്ച ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോ മൺകൂടാരങ്ങളെയും കർത്താവേ, എൻ്റെ അപ്പാടെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ കർത്താവേ, അതിലൊരവയവം നഷ്ടമായി പോയാൽ കർത്താവേ, ലോകത്തിലുള്ള ഏതൊരു വൈദ്യനേക്കാളും ഉപരി കർത്താവേ, അത് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ണുനീർ മറികടന്നു പോകാത്തൊരു ദൈവം ഞങ്ങൾക്ക് ഉയരത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ. ചതഞ്ഞോടെ ഓടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിക്കെടുത്തി കളയാത്തവൻ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്ന് ഹൃദയനുറുക്കത്തോടെ വിറയലാർന്ന കരങ്ങളോടെ ഭയഭക്തിയോടെ ഈ രാത്രികാലം എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കാൽ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. ഓരോ ഭവനത്തിലും ദൈവമേ തക്കതായ തുണകളെ നിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം കൊടുത്ത ദൈവമേ, അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. മനുഷ്യനെയും ദൈവത്തെയും ശങ്കയില്ലാത്ത ന്യായാധിപനെ വിധവയെ അസഹ്യപ്പെടുത്തിയപ്പോൾ ദൈവമേ അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തെങ്കിൽ ഞങ്ങളുടെ സൃഷ്ടാവാൻ ദൈവമേ, ഞങ്ങൾ ദിനംതോറും ഞങ്ങളുടെ ആവശ്യങ്ങളെ എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് കരയുമ്പോൾ കർത്താവേ, സ്വർഗീയ രാജാവേ, ആ കരമൊന്നിറങ്ങി നിന്റെ മക്കൾക്ക് വേണ്ടി വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒന്നും അങ്ങ് മറന്നു കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മക്കളെ ഒന്ന് ഓർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വന്തമായി ഉപജീവന മാർഗത്തിന് തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. ഉപജീവനത്തിനായി അനുഗ്രഹിക്കപ്പെട്ട വാതിൽ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ട് കർത്താവേ. ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാത്തവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സ്വദേശത്തും വിദേശത്തും ഒക്കെ അയക്കാൻ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. റിസൾട്ട് വന്നിട്ട് എന്തെടുക്കണമെന്ന് തീരുമാനമറിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സമസ്ത വിഷയങ്ങളെയും പിതാവിന്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒന്നോ രണ്ടോ പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയത്തിനും ഞാൻ മറുപടി നൽകാമെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ യേശുവേ, നന്ദി അപ്പാ, നന്ദി പിതാവേ. ഞങ്ങൾ ചുരുക്കം പേരായിരുന്നുകൊണ്ട് ഈ കർമ്മേൽ ഗ്രൂപ്പിൽ കർത്താവേ ഒരു മനപ്പെട്ട ഐക്യമത്യത്തോടെ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ യാചിക്കുന്ന ഏതൊരു വിഷയത്തിനും ഞങ്ങൾക്ക് മറുപടി നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് കണ്ണുനീർ മറികടന്നു പോകുന്ന ദൈവമല്ലല്ലോ കർത്താവേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണല്ലോ കർത്താവേ. കരുണാമയനായ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയങ്ങളെയും പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർമ്മേൽ ഗ്രൂപ്പിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഇതിൽ അറ്റൻഡ് ആയിരിക്കുന്ന സകല കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ. അവരുടെ സമസ്ത വിഷയങ്ങളെയും സമർപ്പിക്കുന്ന അപ്പാ. ഉള്ളങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന ദൈവമേ, ഞാൻ അറിയുന്നില്ല, പ്രാർത്ഥിക്കുന്ന എനിക്കറിയില്ല കർത്താവേ. എന്നാൽ അവരുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം അങ്ങ് മാത്രമാണ് കർത്താവേ. അവരുടെ നിലവുകളെയും നിരൂപണങ്ങളെയും അറിയുന്നത് അങ്ങ് മാത്രമാണ് കർത്താവേ. വയലിലെ പൂ പോലെ മുളച്ചൊരു കാറ്റാഞ്ഞടിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഞങ്ങൾ വെറും പൊടിയെന്ന് അവിടുന്ന് ഓർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പായുടെ കരം കുറിയിട്ടില്ല കർത്താവേ. കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം ചെവി മന്ദമായിട്ടുമില്ലപ്പാ. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കല്ലേ അപ്പാ, ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കല്ലേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഞങ്ങളുടെ കുറവുകൾ ഒന്നും ഒരു തടസ്സമാകല്ലേ അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച സുശീല സിസ്റ്ററിനെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളുടെ തലമുറയില്ലാത്തവർക്ക് വേണ്ടിയും തലമുറകളുടെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് അവർക്ക് പഠിക്കാനില്ല, അവരുടെ പഠനം പകുതി വഴിക്ക് സ്റ്റക്കായി പോയവരും റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു വഴിയും ഇല്ലാതെ പോയ ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ഞാനടക്കം പലരും പഠിക്കാനുള്ള ആഗ്രഹത്താലെല്ലാം ചെയ്തിട്ടും ഒരു കോള് പോലും വരാതെ അക്ഷമയോടെ ഇപ്പോഴും വിഷമത്താൽ ഭാരത്താൽ നിൽക്കുന്ന ഒരുപാടധികം കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഞാൻ മധുപുൽ ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ആര്യ, ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കുള്ള പാസ്റ്റർ. സോറി ഗ്രേസി ആന്റി മോനി പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ ദിവസത്തിന്റെ രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവേ. പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും ലോകമെമ്പാടും കർത്താവെ അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവ്. എത്ര സ്തുതിച്ചാലും മതി വരികയില്ലപ്പാ. ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായെ പ്രസ്താവിക്കുന്ന കർത്താവെ. അപ്പാ, ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ ആരാധനകൾ ഇന്ന് രാത്രി കാലം അങ്ങേക്ക് സൗരഭ്യവാസനയുള്ള ആരാധനയായി തീരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ട ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഉലാവുന്നതോർത്ത് സ്തോത്രം. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതെന്ന് കർത്താവേ. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി മുഴങ്കാലുകളെ മടക്കുമ്പോൾ കർത്താവേ, അപ്പച്ചാ, മടക്കുന്നവന്റെ കണ്ണുനീരിന്റെ മുൻപിൽ കർത്താവേ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർമ്മേലിൽ ഇറങ്ങിയ തീ ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ കർത്താവേ. സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിയുടെ തലമുറകളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ യഹോവ തരുന്ന അവകാശം ഉദരഫലം തരുന്ന പ്രതിഫലമാണല്ലോ കർത്താവെ ഞങ്ങൾക്കെല്ലാം തന്നിരിക്കുന്ന എല്ലാ തലമുറകളെ ഓർത്തു പ്രാർത്ഥിക്കുക കർത്താവെ. വക്രതയും കോട്ടയുമുള്ള തലമുറകളുടെ മധ്യത്തിലായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ പാർക്കുന്നതപ്പാ. അവർ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ആവശ്യമായ ദൈവകൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ പിഞ്ചുവൈതങ്ങളെല്ലാം രക്തം കൊണ്ടും വചനം കൊണ്ടും പരിശുദ്ധാത്മാവോണ്ടും മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. യഹോവയുടെ ആത്മാവ് കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ആവസിക്കണം. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിന്റെ യഹോവ ഭക്തിയുടെ ആത്മാവിനെ തന്നെ ആവസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ടെന്ന് പറയുവാൻ തക്കവണ്ണം അപ്പച്ച അവരെല്ലാം മറ്റുള്ളവർക്ക് അത്ഭുതമായി മാറണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ബാല്യക്കാരായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കർത്താവെ +2 അഡ്മിഷൻ ലഭിക്കാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. +2 കഴിഞ്ഞിട്ട് കർത്താവെ പുറം രാജ്യങ്ങളിൽ പോകുവാനും മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനും കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്വർഗമേ, കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ അങ്ങയുടെ വാതിലെ തുറന്നു കൊടുക്കണമേ കർത്താവെ. അപ്പാ, ഞാൻ നിന്റെ വലയ്ക്കും കൈക്ക് പിടിച്ചിരിക്കുന്നു കർത്താവെ. നിന്റെ ആലോചനയാൽ നടത്തുന്ന കർത്താവെ, തക്ക സമയത്ത് അപ്പാ തക്കതായ തീരുമാനം എടുക്കുവാൻ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പാകപ്പെടുത്തണമേ കർത്താവെ. ദൈവഹിതമല്ലാത്ത വഴികളില്, ദൈവഹിതമല്ലാത്ത സങ്കല്പങ്ങളിൽ, ദൈവഹിതമല്ലാത്ത ഉയർച്ചകളിൽ തലമുറകൾ പോയി പെടുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക. അതിവനി തന്നെ ആശ്രയിക്കുക. അവൻ അത് നിർവഹിക്കുമെന്ന് അങ്ങയുടെ വചനമാ കർത്താവേ. അപ്പാ, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ടല്ലെന്നാല് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാക്കി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പാ, ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവേ ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട്
പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന ലാരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ശ്രേയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച മളമാമയുടെ മകൾക്ക് വരും ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമിനെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള TC എന്റെ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ രാത്രി ദൈവദാസനെ കൂടെ ദൂത് നിവർത്തീകരിച്ച് ഇന്ന് പകൽക്കാലം കുഞ്ഞിന്റെ കരങ്ങളിൽ അത് ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ലല്ലോ കർത്താവെ. യഹോവയുടെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ എന്റെ കർത്താവ് ഒരു കാര്യവും ചെയ്യുകയില്ലല്ലോ കർത്താവെ. എത്ര നന്ദി പറയണോപ്പാ, നന്ദി പറയണോപ്പാ കർത്താവെ. ഞങ്ങൾ ബലഹീനരാ, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ബലഹീനരായാലും പ്രാർത്ഥന കേൾക്കുന്ന എന്റെ ദൈവം കർത്താവെ സർവശക്തനാ പച്ച കർത്താവെ. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവെ. അപ്പ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണമേ, വേഗത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കണമേ കർത്താവെ. അപ്പ ശ്രേയയ്ക്കും കർത്താവെ നിന്റെ ഹിതമില്ല എങ്കിൽ കുഞ്ഞിനെ നേഴ്സിംഗിന് അയക്കല്ലേ കർത്താവെ. നിന്റെ ഹിതപ്രകാരം ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുവാൻ അവിടെ മനസ്സിനെ അവിടുന്ന് പാകപ്പെടുത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ആര്യയ്ക്ക് കർത്താവ് വേഗത്തില് നിന്റെ ഹിതമാണെങ്കിൽ ആ രാജ്യത്ത്, അതല്ല എങ്കിൽ സ്വർഗമേ അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്റെ കുഞ്ഞിനെ അയക്കണമേ കർത്താവെ. അപ്പ അവിടുന്ന് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ലല്ലോ കർത്താവ്. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് വഴികൾ വാതിൽ തുറന്നു വരുന്ന ദൈവമാകിയാൽ സ്തോത്രം. മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവകളും തുറക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ തലമുറകളുടെയും വഴികളെ ഏൽപ്പിക്കുന്നവരുടെ ഭാവിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്കെല്ലാം തക്കതായ തുണി ഇനിയും താമസിക്കല്ലേ അപ്പച്ചാ. ഹല്ലേലൂയ. അനേക വാഗ്ദത്തങ്ങൾ കേട്ട് നിവർത്തി പ്രാപിക്കാതെ മടുത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അവരോട് കരുണ തോന്നണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവെ മനുഷ്യന്റെ ചിന്തകളല്ല കർത്താവെ, എന്റെ സ്വർഗത്തിന്റെ വഴികൾ, സ്വർഗത്തിന്റെ വിചാരങ്ങൾ കർത്താവെ അത് തന്നെ നിറവേറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ട ശമൂവേൽ ബാലനെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണമേ കർത്താവെ. അപ്പ യേശുവേ സ്തോത്രം സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം നീട്ടണമേ. ക്യാൻസർ രോഗത്താൽ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, ലിവർ ഡിസീസാൽ ഭാരപ്പെടുന്നവരുണ്ട്, കിഡ്നി ഡിസീസാൽ ഭാരപ്പെടുന്നവരില്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവെ. യൂട്രസ് സംബന്ധമായി ഭാരപ്പെടുന്ന കർത്താവ് ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് അപ്പച്ച. ഹോർമോൺ ഇംബാലൻസുകളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് കരുണ തോന്നണമേ കർത്താവ്. അസ്ഥി സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ട് അപ്പച്ച, ഞെർവ് സംബന്ധമായി ഭാരപ്പെടുന്നവരുണ്ട്. തലച്ചോറിന്റെ ഓപ്പറേഷന് വേണ്ടി വിധേയനാകുന്ന കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏതാന്റെ മേൽ അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം നീട്ടണമേ. ഏതെന്റെ വായ തൊട്ട് കർത്താവെ അവൻ അങ്ങയുടെ നാമ മഹത്തമായി ദൈവരാജ്യത്തിന് കുഞ്ഞൊരു മുതൽക്കൂട്ടായി യഹോവ എനിക്ക് വൻകാര്യം ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം അവന്റെ നാവെടുത്ത് അവൻ സംസാരിക്കുവാൻ. അപ്പൊ അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം കർത്താവെ ജനം ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം എന്റെ കുഞ്ഞിനെ അവിടുന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥന. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ നിന്ന് ഉരുട്ടിക്കളയണമേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ മാനസിക വെല്ലുവിളികളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പ മനുഷ്യരാൽ അസാധ്യം എന്റെ ദൈവത്താൽ സാധ്യമാക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളുടെ എല്ലാം ബുദ്ധിമണ്ഡലങ്ങളെ സ്വർഗം നിയന്ത്രിക്കണമേ കർത്താവരെ. നോക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. നോക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ ഞങ്ങളുടെ പ്രാർത്ഥന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി, അത്ഭുതമായി, വിടുതലായി, സൗഖ്യമായി, ആരോഗ്യമായി തീരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം. കുടുംബസ്ഥരായിരിക്കുന്ന സകല കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നാളുകൾ അനേക കുടുംബങ്ങൾ തകർന്നു കിടക്കുമ്പോൾ കർത്താവെ അപ്പച്ചാ അവിടുന്ന് രാഹേലും കർത്താവെ അവർ ഇരുവരുമല്ലോ അങ്ങയുടെ ഗ്രഹം പണിതെന്ന് അങ്ങയുടെ വചനമുണ്ടല്ലോ കർത്താവെ. അപ്പ ഞങ്ങൾക്ക് ജ്ഞാനം തരണം, വിവേകം തരണം. ജ്ഞാനമുള്ളവൾ 7 തൂണ് പണിത് എന്ന് അങ്ങയുടെ വചനമുണ്ടല്ലോ. ഭോഷത്വമുള്ളവളോ അത് പൊളിച്ചു കളയുന്ന അങ്ങയുടെ വചനമാ കർത്താവെ. ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും അബീഗയിലിനെ പോലെ ബുദ്ധിയൊക്കെ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക അപ്പച്ച. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന സകല കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നാളെയുടെ നല്ല പൗരന്മാരായവരെ വാർത്തെടുക്കണമേ കർത്താവെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്ന യുവതി യുവാക്കന്മാരെ സ്വർഗമേ അവരെ വിളിച്ചു വേർതിരിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നിറക്കുമാറാകണം കർത്താവിന് വേണ്ടി. പരാപ്പകലില്ലാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവ് വചന ശുശ്രൂഷയിലും അക്ഷീണം പ്രവർത്തിക്കുന്ന സകല
അഭിഷക്ത കുടുംബങ്ങളെ കർത്താവേ, അവരുടെ ശുശ്രൂഷകളെ, സഭയാം കുടുംബങ്ങളെ കർത്താവേ, തലമുറകളെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ലോകത്തിന്റെ തന്നെ അപ്പച്ച വിടുതലിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ. അറിഞ്ഞ സത്യത്തിന്മേൽ അവസാനം വരെ നിലനിൽക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അപ്പൊ അതിന്റെ വഴി വിട്ടടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ ഒന്നും കുഞ്ഞുങ്ങളെ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കാലത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഭാരത്തോട് ഭവനം മേടിക്കുവാനും വിൽക്കുവാനും ആഗ്രഹിച്ചു ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. അപ്പച്ച ഹൃദയം ഞുറുങ്ങിയ വേദനകളുമായി കർത്താവെ, ആരോടും പറയുവാൻ കഴിയാതെ രഹസ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇടപെടണമേ കർത്താവ്, ആഴത്തിൽ ഇടപെടണം കർത്താവ്. ആന്തരിക മുറിവുകളെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കാലത്തെ വചന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുക. ദൈവദാസനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവ്. എൻ്റെ മകന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, തലമുറകളെ ഏൽപ്പിക്കുന്നു, സഭയാം കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹം എന്ന് പറയുവാൻ കർത്താവ് സഹായിക്കും. ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ അഭിഷേകത്തിന് കൂടി ഇടപെടണമേ കർത്താവ്. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചിറങ്ങുവാൻ ഇടയാക്കണം കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം കയറുന്ന എല്ലാ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. അതിയോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. വിട്ടുപോയിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. അങ്ങയുടെ മണ്ണിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ, സമാധാനത്തെ അയക്കണമേ. ഒരു രാജ്യങ്ങളും കർത്താവെ ഐക്യതപ്പെട്ടൊരു യുദ്ധം ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ കർത്താവെ. അപ്പ ദൈവമേ, നീ അവർക്ക് മധ്യസ്ഥനായി ഇറങ്ങി യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു മിണ്ടാതാക്കി കർത്താവെ. അധികാരികളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ എന്ന് ദൈവസ്നേഹം അവരുടെ ഉള്ളങ്ങളിൽ നിറയട്ടെ കർത്താവെ. ശത്രുത മാറ്റി സമാധാനത്തെ കൊണ്ട് ഇരുപക്ഷത്തെ ഒന്നാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകമെമ്പാടുമുള്ള പ്രാർത്ഥന ഇസ്രായേലിന്റെ അനുഗ്രഹത്തിന്, അത്ഭുതത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം സ്തോത്രം സ്തോത്രം. ബലഹീനയും കുറുള്ളടിയന്റെ പ്രാർത്ഥന കേട്ട് യാതൊരു മറുപടി തന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഗ്രീസിയാന്റെ തലമുറ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള എല്ലാ നാളുകളിലും നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൽ ഓരോ വിഷയത്തിൽ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് എല്ലാവരുടെ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മളുടെ ദൈവം തള്ളിക്കളയില്ലെന്ന് പറഞ്ഞു വരും. നമ്മൾക്ക് ആ ഒരു വിശ്വാസം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം സ്തോത്രം. അടുത്തത് നമുക്ക് നമ്മുടെ അഭിഷിക്തനെ സ്വാഗതം ചെയ്യാം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്ന അഭിഷിക്തന്റെ ഓരോ വചനങ്ങളും ഓരോ ദൂതുകളും ഇന്ന് ഓരോരുത്തർക്കും ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ തന്ന് അവരുടെ ജീവിതത്തെ തന്നെ ടേൺ ഓവർ ചെയ്യാനുള്ള ഒരു വലിയൊരു കാര്യമായി മാറട്ടെ. അഭിഷിക്തന്റെ ഓരോ വചനങ്ങളും ഇന്ന് ഓരോ വ്യക്തികളും ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാവർക്കും വിടുതൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ നമ്മുടെ അഭിഷിക്തനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർമ്മേൽ പ്രയർ ഫെലോഷിപ്പിന്റെ ഇന്നത്തെ ഈ രാത്രിയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി തന്ന വലിയ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ആര്യ, സങ്കീർത്തനം സിസ്റ്റർ ലിൻസി മാത്യു, ഇതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസി ഗ്രേസി സിസ്റ്റർ, എന്നെ ഈ മീറ്റിംഗിലേക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ച കർത്താവിന്റെ ദാസൻ പ്രിൻസ് ദോഹ, ഈ മീറ്റിംഗിലായിരിക്കുന്ന മറ്റ് ദൈവദാസിമാർ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിയുന്നു നമുക്ക് സാഹചര്യം അനുകൂലമാണെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്താൽ അനുഗ്രഹമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഞാൻ തന്നെയല്ലല്ലോ, നമുക്ക് ഒരുമിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരുമിച്ചാണ് നമ്മൾ ഈ വചനത്തെ നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ഞാൻ തന്നെയല്ല ഈ വചനം ശുശ്രൂഷിക്കുന്നത്, നമ്മൾ എല്ലാവരും ഒന്നു ചേർന്നാണ് നമ്മൾ ഈ വചനം ശുശ്രൂഷിക്കുന്നത്.
കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. നമുക്ക് വളരെ ദൈവസന്നിധിയിൽ വചനത്തെ ആഗ്രഹിക്കുന്നവരെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. കർത്താവിന്റെ വചനം അങ്ങനെയാ പറയുന്നത്, ആഗ്രഹിക്കുന്നവരെ തൃപ്തി വരുത്തുന്ന ദൈവം. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. അതിനായി ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. വളരെ വളരെ നന്ദി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവിക സന്ദേശമാണ് നമുക്ക് ഈ വചനം നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത്, രാപ്പകൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന കാര്യം, തൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്നോ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ പ്രശ്നത്തിന്റെ വലിപ്പത്തെ നോക്കിയല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്നത്. പ്രശ്നം എന്തു തന്നെ ആയാലും ദൈവസന്നിധിയിൽ സമയത്തെ വേർതിരിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, മനുഷ്യന്റെ മുമ്പിൽ നിലവിളിക്കുന്നതല്ല, ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വചനം പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും, കർത്താവിന്റെ വചനം പറയുന്നു, അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്ക ഇല്ലയോ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ആ ദൂതിനെ ഒന്ന് വിവേചിച്ച് പറയാം, നിലവിളിക്കുന്നവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിങ്ങളുടെ നിലവിളിയും നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തിയതിന്റെ അടയാളത്തോടെ ചില ദൈവപ്രവർത്തികൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയത്തിനകത്ത് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ആര് ദൈവസന്നിധിയിൽ കരയുന്നു അവർക്ക് മറുപടി ഉണ്ട്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ തൊട്ട് ആത്മാവ് പറയുന്നു, നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ ബന്ധനങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് അഴിക്കും. കർത്താവിനോട് പറയുന്നു, വേഗത്തിൽ ചില പ്രതിക്രിയകൾ നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കും. വേഗത്തിൽ ചില പ്രതിക്രിയകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ വീടിനകത്ത് ചില പ്രതിക്രിയകൾ നടക്കാൻ പോവുക. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് ചില പ്രതിക്രിയകൾ നടക്കാൻ പോവുക. നീ നിലവിളിക്കുന്ന നിലവിളിയുടെ മറുപടി ഭവനത്തിൽ എത്തുന്നില്ല. ശത്രു അതിനെ വഴിയിൽ തടയുന്ന ചില പോരാട്ടങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില നുഖങ്ങളെ ദൈവാത്മാവ് തകർത്ത് നിന്റെ വീടിനകത്ത് ആ വിടുതൽ നടക്കും. പരിശുദ്ധാത്മാവ് ഇത് പറയുമ്പോൾ ആത്മാവിനോട് പറയുന്നു, നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിന്റെ മറുപടി, നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിന്റെ മറുപടിയെ തടയുന്ന ചില പോരാട്ടങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയാ കെട്ടുപൊട്ടിക്കുന്ന രാത്രിയാ. പിശാചി കെട്ടിവെച്ചതിനെ പരിശുദ്ധാത്മാവ് അഴിക്കുന്ന രാത്രിയാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി, അറിവിനും പരിചയത്തിനും അപ്പുറമായി ആത്മാവ് നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നിന്റെ വീടിനകത്ത് ഇന്നു മുതൽ അതിന്റെ മറുപടി കാണാൻ പോവുക.
ഇന്നു മുതൽ നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് മറുപടി കാണാൻ പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പല വാതിലുകളും തലമുറയ്ക്ക് വേണ്ടി നീ മുട്ടി. ആ തലമുറയ്ക്ക് വേണ്ടി പല വാതിലുകളും മുട്ടിയിട്ട് തുറക്കാത്ത ചില വാതിലുകളെ നിനക്ക് വേണ്ടി ദൈവം അത് വിളിച്ചു വരുത്തി തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാർക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളവനായാലും അവൻ വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ സാക്ഷ്യം പറയാൻ പോവുകയാണെന്ന് ഈ ഗ്രേസിയോട് ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചനയായി കൈമാറുന്നു. നിന്റെ തലമുറയുടെ ഭാവിയെ കുരുക്കുന്ന ചില കുരുക്കുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എടുത്തു മാറ്റുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ എത്ര അധ്വാനിച്ചു, എത്ര തലമുറയ്ക്ക് വേണ്ടി ഓടാൻ ശ്രമിച്ചു, ഒത്തിരി ഭാരം വഹിക്കുകയാ. തലമുറയുടെ വിഷയത്തിന്റെ അകത്തെ വഴികളെ അടച്ച ചില ഡോറുകൾ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ വീടിനകത്ത് ചില വിടുതൽ നടക്കാനുണ്ട്. വീടിനകത്ത് ചില കെട്ടുകൾ അഴിയുന്നത് കാണാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ പതുങ്ങിയിരിക്കുന്നത്, എഴഞ്ഞു നടക്കുന്ന ചില പോരാട്ടങ്ങൾ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുക. കാരണം ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ ശത്രു വഴിമാറ്റി വിടുന്നതായി ആത്മാവ് പറയുന്നു. ഇന്ന് രാത്രി ആ നുഖങ്ങൾ തകരുന്ന രാത്രിയാണ്. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരയുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ കരയാൻ തയ്യാറാണോ? നീ ദൈവസന്നിധി സമയത്തെ വേർതിരിക്കാൻ തയ്യാറാണോ? നിന്റെ മേലൊരു അസാധാരണമായ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് പകരും. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ഈ അങ്ങനെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വാഗ്ദത്തമുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷേ അതിലേക്കൊന്ന് അടുക്കാൻ കഴിയാതെ പ്രാർത്ഥനാ ജീവിതത്തോട് വാദിക്കുന്നതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിന്റെ മുഖത്തെ തകർക്കുന്ന രാത്രിയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ മേൽ ഈ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് പകരുകയാണ്. ആത്മാവ് ചിലരോട് പറയുന്നു, ആമയെ വേഗത്തിൽ ചില മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും കേട്ടോ. വേഗത്തിൽ ചില മറുപടികൾ വെളിപ്പെടും. കാരണം നിനക്ക് മറുപടി കിട്ടിയേ മതിയാകത്തുള്ളൂ. വാഗ്ദത്തമുണ്ട്. പക്ഷെ ചില ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടന്നെങ്കിലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്താൻ പറ്റത്തുള്ളൂ. നീ കരയുന്ന ഒരു വ്യക്തിയാണ്, നീ ദൈവസന്നിധിയിൽ സമയത്തെ വേർതിരിക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷെ നിന്റെ മറുപടിയെ എവിടെയൊക്കെയോ തട്ടിക്കളയുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് രാത്രി ആ മുഖം അഴിയുന്ന രാത്രിയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ യാഷാ സുനിൽ സിസ്റ്ററെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. കർത്താവിനെ നിങ്ങളുടെ കരത്തെ കാണിക്കുന്നു. നിങ്ങളുടെ കരം നീട്ടുമ്പോൾ തന്നെ ചില ദൈവപ്രവൃത്തി, ചില വിഷയത്തിന്മേൽ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, എഴുതി വെച്ച് കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് അസാധാരണമായി വിടുതലുകൾ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ 2025 തീർന്നിട്ടില്ല. നിങ്ങളോട് ദൈവം പറഞ്ഞ് വാഗ്ദത്തങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിഷേകത്തോടൊപ്പം വാഗ്ദത്തങ്ങൾ ചലിക്കുന്നു എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ആലോചനയായി കൈമാറുക. ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് നീ വിചാരിക്കരുത്. വചനത്തിൽ വ്യക്തമായി പറയുന്നു, നെഹമ്യാവിനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. യെരൂശലേമിനെ പണിതെടുക്കാൻ നെഹമ്യാവേ, നിന്നെ വിളിച്ച വാഗ്ദത്തം ചെറുതല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്ന ഒരു ആലോചനയുണ്ട്. നെഹമ്യാവേ, നിന്നെ കുറിച്ച് യെരൂശലേം പണിയുവാൻ ദൈവം തെരഞ്ഞെടുത്തതാണെങ്കിൽ അതിന് വിരോധമായി എത്ര വെല്ലുവിളികൾ കയറി വന്നാലും ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ആമേ, ഇങ്ങനെയുള്ളവൻ ഓടിപ്പോകുമോ എന്ന് ആമേ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. ആലോചനയിൽ ശക്തിയുള്ള, പ്രവൃത്തിയിൽ ശക്തിയുള്ള, ആലോചനയിൽ വലിയവനായ നമ്മുടെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുകയാണ്, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ അകത്ത് കത്തുമ്പോഴാണ് നിനക്ക് വരുന്ന പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ വിഷയമല്ലാതായി മാറുന്നത്. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ വിഷയത്തിനൊരു മറുപടിയില്ലെന്ന് നീ വിചാരിക്കണ്ട. ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ഇറങ്ങി വന്ന നെഹമ്യാവേ, കേട്ട ദൈവശബ്ദത്തിന് ഒത്തവണ്ണം ചലിക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ എവിടെയൊക്കെയോ കൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുന്ന ചില മേഖലകൾ ഇന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ ഈ ആത്മാവിൽ കൈമാറുകയാണ്. നീ ഒറ്റയ്ക്കല്ല, സകലത്തെയും ചമച്ചവനായ ദൈവം നിന്റെ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഇതിന്റെ ഹാർട്ട് സംബന്ധമായ ചില രോഗത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചങ്കിനകത്ത് അസ്വസ്ഥതയിടുന്ന ചില പൈശാചിക സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുകയാണ്. ആ വിടുതലുകൾ സംഭവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിടുതലുകൾ സംഭവിക്കട്ടെ, ആ വിടുതലുകൾ സംഭവിക്കട്ടെ. ഈ സിന്ധു എന്ന് പറയുന്ന ഡിവൈസിനോട് ദൈവാത്മാവ് പറയുന്നു, എല്ലാവരോടും ദൈവാലോചന പറയുന്നുണ്ട്, എന്നോട് ദൈവാത്മാവ് സംസാരിക്കണം. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുന്നു, യെരൂശലേമിന്റെ പണിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നെഹമ്യാവേ, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് പലരോടും ദൂത് പറയുമ്പോഴും എന്നോടൊരു ദൈവശബ്ദം കേൾക്കുന്നില്ല. ഇത് പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഉദരത്തിന്റെ കെട്ടുകളെ, ഉദരത്തിന്റെ അസ്വസ്ഥതകളെ പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. ശരീരത്തിൽ നിന്ന് ചില രോഗത്തിന്റെ പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവ് ഈ രാത്രി അഴിക്കുന്ന രാത്രിയാണ്. നെഹമ്യാവ് നോക്കുമ്പോൾ കാണുന്നത് ചുട്ടുകിടക്കുന്നു, വെന്ത് കിടക്കുന്നത്. എന്നാൽ അതിന്റെ നടുവിലും ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്, ദൈവപ്രവൃത്തിയിലൂടെ വെളിപ്പെടുമെന്ന് ആത്മാവ് സിന്ധു എന്ന് പറയുന്ന ഡിവൈസിനോട് ദൂത് കൈമാറുക. 4-ാമത്തെ അധ്യായത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോന്ന്. നിന്റെ കുടുംബത്തെ നോക്കി, വ്യക്തികളെ നോക്കി ചില ചോദ്യചിഹ്നങ്ങളിട്ട് ഒതുക്കിയ ചില മേഖലകൾ ഇന്ന് രാത്രി അത് പൊട്ടി അഴിഞ്ഞു മാറുകയാ. നിന്നെ കുടുംബത്തിനകത്തുനിന്ന് വ്യക്തികളെ വാക്കുകൊണ്ട് അതിരുവെച്ച ചില മേഖലകളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് പൊട്ടിക്കുന്ന രാത്രിയാണ്. കർത്താവ് ഇതും കൂടെ പറയാൻ പറയുന്നു, നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്, ആത്മികത്തിലും ഭൗതികത്തിലും ഒരു ഉയർച്ചയുണ്ട്. നിങ്ങളെ കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു, നിങ്ങളെ ദൈവം ശക്തീകരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചില രോഗത്തിന്റെ ബാധകളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ഇന്ന് രാത്രി ഈ ദൂത അവരോട് കൈമാറുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ചിലരുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്, ചിലരുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നെഹമ്യാവിനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്, അതിനെ നിവർത്തിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. എത്രയൊക്കെ തടസ്സങ്ങൾ കയറി വന്നാലും, എത്രയൊക്കെ വെല്ലുവിളികൾ കയറി വന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൈമാറുകയാണ്, നെഹമ്യാവേ, നിന്റെ കൂടെ നിൽക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് ശക്തമായി ആലോചന കൈമാറുകയാണ്. വചനത്തിനകത്ത് പറയുന്നു, ഇതിനെ കലക്കിക്കളയ. എന്തിനെ കലക്കിക്കളയ? ദൈവം തന്നിരിക്കുന്ന നിയോഗത്തെ കലക്കിക്കളയ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കലക്കിക്കളയ. എത്ര സൻബല്ലത്തുമാര് നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, നിന്റെ തലമുറയ്ക്ക് വിരോധമായി എഴുന്നേറ്റാലും, എത്ര തോബിയാവുമാർ എഴുന്നേറ്റാലും, എത്ര പേർ കൂട്ടുകൂടിയാലും ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിന്റെ മൂടുപടങ്ങളെ ദൈവം പൊളിച്ചു കളയുമെന്ന്, ചിലതിന്റെ മൂടുപടങ്ങളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ദാവീദിന്റെ മേൽ നിന്ന് എലീശായുടെ മേലേക്ക് അഭിഷേകത്തിന്റെ പുതപ്പ് വീണപ്പോൾ അവൻ ആളു മാറാൻ തുടങ്ങി, അവൻ കാളകളെ വിട്ടോടി. അവന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറയുക, യോർദാന്റെ മുമ്പിൽ വന്നപ്പോൾ അവന്റെ മുമ്പിലെ വഴി അടച്ചു കളഞ്ഞു. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, നീ ഉപവസിക്കുന്ന വ്യക്തിയാ, രാത്രിയിൽ നിന്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ പകരുന്ന വ്യക്തിയാ, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവ് ദൂതായി കൈമാറുകയാണ്. അഭിഷേകത്തിന്റെ പുതപ്പ് വീണ എലീശായെ, നീ യോർദാനെ കണ്ടു വഴിമാറിപ്പോയ ദിനങ്ങളുണ്ടാകാം, പക്ഷേ ആ പുതപ്പ് കൊണ്ട് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ എലീശ പ്രവാചകൻ ആ പുതപ്പെടുത്ത് ആ യോർദാനിലെ വെള്ളത്തിനെ അടിച്ചു. വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഏലിയാവിന്റെ ദൈവമായ യഹോവേ, നീ എവിടെ എന്ന് ചോദിച്ച് ആ അഭിഷേകത്തിന്റെ പുതപ്പിനെ കൈമാറിയപ്പോൾ ആ വെള്ളത്തെ രണ്ടാക്കി ദൈവം മാറ്റിക്കൊടുത്തതുപോലെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൈമാറുകയാണ്. നിന്റെ തലമുറയെ കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടുന്നില്ലേ? ഇന്ന് രാത്രി ആ കെട്ടുകൾ നീ ആരാധിക്കുമ്പോൾ തന്നെ, നീ ഈ വചനത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ നിന്റെ തലമുറയുടെ വഴി തുറക്കുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവരോട് പറയുന്നു, ഈ 2025 ആരംഭ മാസങ്ങൾ നിന്റെ തലമുറയെ വിദേശത്ത് എത്തിക്കുമെന്ന് അഭിഷിക്തരിലൂടെ കേട്ട ദൂതിനെ ശത്രു അതിനെ കെട്ടിവെച്ചെങ്കിൽ ഇന്ന് രാത്രി അത് പൊളിയുന്ന രാത്രിയാണ്.
ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത് ജോലിയിലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഈ ശബ്ദം ചില കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രിയായി മാറുകയാ. ഈ ശബ്ദം ചില ബന്ധനങ്ങളെ, ചില കെട്ടുകളെ പൊട്ടിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്തവരുടെ നടുവേ, നിന്റെ അഭിഷേകത്തിന് അതിര് വെച്ചവരുടെ നടുവേ, നിന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ, നിന്റെ തലമുറയെ ഒതുക്കി വെക്കാൻ കഴിയാത്തതുപോലെ പരിശുദ്ധ നിന്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അതിരിനോട് ബന്ധപ്പെട്ട ചില പോരാട്ടങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അഴിക്കുന്ന രാത്രിയാണ്. രാത്രി നീ വിശ്വസിച്ചാട്ടെ, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുകയാ. സൻബല്ലത്തും തോബിയാവും അസ്തോദ്യരും അമോര്യരും എത്ര പേര് വെല്ലുവിളിച്ചാലും വാഗ്ദത്തമുള്ളവന്റെ അവന്റെ ആ ഹൃദയത്തിനകത്ത് തീ കത്തുമ്പോൾ ആത്മമണ്ഡലത്തോട് ഭൗതികത്തോട് അവകാശം പറയുന്നത് നീ പോലും അറിയാതെ അത് അഴിഞ്ഞു മാറും. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ മേൽ വാദിക്കുന്ന ചില പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ദൈവാത്മാവരോട് പറയുന്നു, ഉദര സംബന്ധമായ ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരാളല്ല, 2-3 പേരുടെ ഉദര സംബന്ധമായ അസ്വസ്ഥതകളുണ്ട്. നിങ്ങളുടെ ഉദരത്തിന്റെ ആ കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്, സൻബല്ലത്തും തോബിയാവുമാരും എത്ര പേര് കൂട്ടം കൂടിയാലും ദൈവം ഏൽപ്പിച്ചവനെ, ദൈവം വിളിച്ചവനെ ഓടിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം വിളിച്ചവനെ, അവനിലൂടെ ദൈവമാ ഓരോന്ന് ചെയ്യുന്നത്. നമ്മൾ ആരുമല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ചലിച്ചു തുടങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നിലവിളിക്കണം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുക്കാൻ നീ തയ്യാറാണോ? ആത്മാവിനോട് പറയുന്നു, നിന്റെ തലമുറയുടെ ആ പാസ്പോർട്ട് വിസ സംബന്ധമായ വിഷയത്തെ തടയുന്നത് ആത്മാവിനോട് പറയുന്നു, 2025 തീരുന്നതിന് മുമ്പ് നിന്റെ തലമുറയെ എത്തിക്കാമെന്ന് പറഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവ് എത്തിക്കും. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്റെ അടുക്കൽ ഒരിക്കല് ഒരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി വന്നു. ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ പറഞ്ഞു നിങ്ങളെ ദൈവം വിദേശത്ത് കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മലേഷ്യക്ക് ആദ്യം പോയി, അത് കഴിഞ്ഞ് ഞാൻ ദുബായിക്ക് പോയി. പക്ഷേ ദൈവദാസനെ, ഞാൻ 2 പോയി 6 മാസത്തേക്കുള്ളിൽ നിന്നില്ല, ഞാൻ മടങ്ങിപ്പോകുന്നു. എനിക്കറിയത്തില്ല, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഫോണിലൂടെ പ്രാർത്ഥിച്ച ദൈവാത്മാവനോട് പറഞ്ഞു, നിന്നെ ദുബായിൽ കൊണ്ടുപോയി നിന്നെ അവിടെ ഉറപ്പിക്കാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ദുബായിൽ നിന്ന് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനായി മടങ്ങി വന്നവനാ. ഞാൻ പറയുന്നു, ദൈവാത്മാവ് നിന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി തരൂ. ഇത് പറഞ്ഞതിന് ശേഷം 1 മാസത്തിനകത്ത് അദ്ദേഹത്തെ ദൈവം ദുബായിൽ കൊണ്ടുപോയി ഉറപ്പിക്കാനായിട്ട് ഇടയായി. ഞാൻ ഒരു കാര്യം പറയാ, നിന്റെ അതരത്തിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ നിയോഗത്താലാണ് നീ അതരം ചലിപ്പിക്കുന്നതെങ്കിൽ, ദൈവശബ്ദത്തെ പിടിച്ചിട്ടാണ് നീ അതിനെ പറയുന്നെങ്കിൽ, ആത്മാവ് നിന്റെ അതരത്തെ ഉപയോഗിക്കൂ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇതിനകത്ത് അഭിഷേകമുള്ളവരുണ്ട്, ഇതിനകത്ത് ശുശ്രൂഷയുള്ളവരുണ്ട്. സാഹചര്യം വിട്ട് ഞെരുക്കിക്കളഞ്ഞ, നിനക്ക് പുറത്തു വരാൻ കഴിയാതെ, നീ ഒരു പ്രവചന ശബ്ദമാണെന്ന് കേട്ടിട്ട് പോലും നിന്നെ ചലിപ്പിക്കാൻ സമ്മതിക്കാത്ത ചില പൈശാചികത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗം അതിനെ അഴിക്കുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിന്റെ മേലുള്ള അഭിഷേകം അത് നിന്നെ കൊണ്ട് തീർന്നു പോകത്തില്ല. അടുത്ത തലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് കൈമാറുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ അടങ്ങിയിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരൊക്കെ എത്രയൊക്കെ വെല്ലുവിളിച്ചാലും നിലവിളിക്കുമ്പോൾ നിലവിളി കേട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ദൂതായി കൈമാറുകയാണ്, നിന്റെ വിഷയത്തിനകത്ത് മറുപടിയില്ലെന്ന് ആരാ പറഞ്ഞത്?
ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തിനകത്ത് മറുപടിയില്ലെന്ന് പലരും നിന്റെ കാതുകളിൽ പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങളെ അഴിച്ചുകൊണ്ട് നിനക്കൊരു വിടുതലുണ്ടെന്ന് ഈ ബിന്ദു സിസ്റ്ററിനോടും ഈ സുശീല രവിയോടും ആത്മാവ് ദൂതായി കൈമാറുക. ഇത് പറയുമ്പോൾ കർത്താവരോട് പറയുന്നു, നിങ്ങളുടെ ഈ തോള് മുതൽ താഴോട്ടുള്ള ആ അസ്ഥിയെ കെട്ടുന്ന വേദനകളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുക. കൈയടിച്ച് ആരാധിക്കാൻ കഴിയത്തില്ല. കൈയുടെ അസ്ഥിക്കകത്ത് കട്ടുകഴിക്കുന്ന പോരാട്ടങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധമാവും സൗഖ്യമാക്കുക. യേശുവിന്റെ നാമത്തിലെ വിടുതലുകൾ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ വിടുതലുകൾ സംഭവിക്കുന്നു. ഇതിനകത്ത് അസ്ഥി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലരിപ്പുണ്ട്. അവരെ കർത്താവ് സൗഖ്യമാക്കുക. യേശുവിന്റെ നാമത്തിലെ വിടുതലുകൾ സംഭവിക്കട്ടെ. നിലവിളിക്കുന്നവന്റെ നിലവിളിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം വചനത്തിൽ പറയുക. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ അതിന്റെ 28 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തിയെന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിലവിളിച്ച ദൈവമൈതലിന് വേണ്ടി സ്വർഗം അവിടെ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് നീ കരുതുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാർ തന്നെ ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. നീ മനുഷ്യരെ ആശ്രയിക്കണ്ട, മനുഷ്യരെ നോക്കി നിൽക്കരുത്. ദൈവം തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, തുടർച്ചയായിട്ട് തലവേദനയിടുന്ന ചില ബന്ധനങ്ങളെ ദൈവാത്മാവ് അഴിക്കുകയാണ്. തുടർച്ചയായി തലവേദനയാൽ ഭാരപ്പെടുന്ന ചിലർ ഇതിനകത്തുണ്ട്. ആത്മാവ് പറയുന്നു, ആ ബന്ധനങ്ങളെ ദൈവാത്മാവ് അഴിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കുക. ഊഴിയ വിചാരകന്മാരുടെ അടിമവേല നിമിത്തം ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി കേട്ട ദൈവം അവരെ വിടുവിക്കുവാൻ മോശയെ ദൈവം തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി തെരഞ്ഞെടുപ്പുള്ള വിളി ലഭിച്ച ഒരു ദൈവ പൈതൽ നീ ഒതുങ്ങി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. മോശെ അമ്മായിപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായിപ്പന്റെ ആടിനെ മേയിക്കുന്നവനെ സെലക്ട് ചെയ്ത ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പും വിളിയും വാഗ്ദത്തവും ഞാനും നിങ്ങൾ മുൻകൂട്ടി കണ്ടതല്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഇങ്ങനെ ഒരു ദൂത് കൈമാറുകയാണ്. വാഗ്ദത്തം നിന്റെ മേൽ വീണപ്പോൾ മുതൽ ദൈവശബ്ദം നിന്റെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. മോശയെ അമ്മായിയപ്പന്റെ ആടിനെ മേയ്ക്കുന്ന മേഖലയിൽ നിന്ന് ദൈവം അവനെ സെലക്ട് ചെയ്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മോശ ദൈവവുമായി നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രി ആത്മാവിൽ ചിലരോട് ദൂതായി കൈമാറുകയാണ്. ദൈവശബ്ദം കേട്ട് നമ്മളെ പുറകോട്ട് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ശോഭാ റോണി, ഡൽഹി. ദൈവദാസനാണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ കണ്ടു. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവാത്മാവരോട് ഇങ്ങനെ കൈമാറുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ അല്ല ദൈവം വിളിച്ചത്. ഒരസാധാരണമായ ശുശ്രൂഷയുടെ തലങ്ങൾ പരിശുദ്ധമാവും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുമെന്ന് ദൈവാത്മാവ് ശക്തമായി ആലോചന കൈമാറുകയാണ്. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നു, മോശ പോലും നനച്ചിരിക്കാതെ മോശയെ വിളിച്ച ദൈവം മോശയുടെ മേൽ നിയോഗം കൊടുക്കുകയാണ്. എന്താണ് നിയോഗം? എന്റെ ജനത്തെ വിടുവിക്കണം. മോശയുടെ കുറവ് വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതായി കൈമാറുക. മനു ജോൺ കോട്ടയം, അതെന്റെ അളിയന. സ്തോത്രം. എന്റെ വീട്ടിൽ നിന്ന് പോയതേ ഉള്ളൂ. ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു, എന്റെ സഹോദരനോട് പറയാൻ പറയുന്നു, നീ നിന്റെ കുറവ് നോക്കിയിരിക്കാനല്ല, നമ്മുടെ കുറവ് അറിഞ്ഞിട്ടാ ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ ഇല്ലായ്മ അറിഞ്ഞിട്ടാ ദൈവം നമ്മളെ വിളിച്ചത്. നിന്റെ ശൂന്യത അറിഞ്ഞിട്ടാ ദൈവം നിന്നെ വിളിച്ചത്. വിക്കനും തടിച്ച നാവുള്ളവനായ മോശയെ ലക്ഷക്കണക്കിന് ജനത്തിന് നായകനാക്കിയ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് കൈമാറുകയാ. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നിന്റെ കുറവിനകത്ത്, എന്റെ കുറവിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ഡിഗ്രി ഉള്ളവരുണ്ട്, വലിയ മേൽവിലാസമുള്ളവരുണ്ട്, സമൂഹത്തിൽ ഉന്നത ബന്ധങ്ങളുള്ളവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി അവരെ ഒന്നും തെരഞ്ഞെടുക്കാതെ നിന്റെ മേലെ ഒരു വിളി വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ മേലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമാവ് ചിലരെ നോക്കി കൈമാറുകയാണ്. ഈ ഭാഗ്യം, ഈ അഭിഷേകം നീ ചിലരെ നേടിയെടുക്ക. ചിലതിന്റെ മരണത്തിന്റെ കെട്ടുകളെ അഴിപ്പ സ്വർഗം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാ.
ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ കൈമാറുകയാണ്. സ്തോത്രം, വാഗ്ദത്തം. ആമേ, മോശയുടെ മേൽ വീണപ്പോൾ മോശ പറഞ്ഞ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. ദൈവം അവന്റെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതായി കൈമാറുക. നീ നിന്റെ കുറവിനെ പൊക്കിപ്പിടിക്കാനല്ല ദൈവം വിളിച്ചത്. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ കുറവറിഞ്ഞ ദൈവം വിളിച്ചത്, നിന്റെ ഇല്ലായ്മ അറിഞ്ഞ ദൈവം വിളിച്ചത്. ഇന്ന് രാത്രി ആത്മാവിൽ കൈമാറുകയാണ്. നിന്റെ കുറവുകളെ നികത്തി നിന്റെ അടഞ്ഞുപോയ വഴികളെ ദൈവം തുറക്കുമെന്ന് ഇന്നു രാത്രി ആത്മാവ് ദൂതായി കൈമാറുക. ആര്യ സിസ്റ്ററെ, ഈ ശുശ്രൂഷ ലീഡിയെ, ദൈവദാസിയെ, ദൈവാത്മാവ് നിങ്ങളോട് ആലോചനയായി കൈമാറുന്നു. നിങ്ങളുടെ മേൽ ദൈവം ഒരു പ്രവാചക അഭിഷേകം ഇട്ടിട്ടുണ്ട്. ഒരു പ്രവാചകയായി ദൈവം നിങ്ങളെ വേർതിരിച്ചതാ. എന്നാൽ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ചില പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നുവെന്ന് ആത്മാവ് ശക്തമായി ദൂത് കൈമാറുക. അനേകരോട് ദൂത് പറയുക. എന്നോട് ദൈവാത്മാവ്, നിങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നോട് ദൈവാത്മാവ് പറയുന്നു, രാജ്യങ്ങളിൽ നിന്ന് വരെ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളിലേക്ക് ഫോൺ കോളുകൾ വരും. ദൈവാത്മാവ് എന്നോട് പറയും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു തല പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നുവെന്ന് ആത്മാവ് ശക്തമായി ദൂത് കൈമാറുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ 2025 അവസാന മാസങ്ങൾ, 2026 തുടക്ക മാസങ്ങളിൽ അതിശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രവാചക ശബ്ദമായി ദൈവദാസിയെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുകയാണ്. വചനത്തിനകത്ത് പറയുന്നു, നിന്റെ സഹോദരൻ അഹറോനില്ലേ, അവൻ നിന്റെ വായായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ മോശെ, നീ പറയുന്നത് ജനത്തിന് കൈമാറുന്നത്, സ്തോത്രം, അഹറോനായിരിക്കും. ഞാൻ നിനക്ക് ദൈവശബ്ദം തരൂ. ഇന്ന് രാത്രി നിന്റെ കുറവല്ല നീ കേൾക്കുന്നത്, കുറവുള്ളവൻ ദൈവശബ്ദം കേൾക്കും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇന്ന് രാത്രി വിക്കിനും തടിച്ച നാവുള്ളവനും ജനത്തോട് സംസാരിക്കാൻ മടുപ്പുള്ളവനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. അറിവുള്ളവൻ, കഴിവുള്ളവൻ ജനത്തോട് സംസാരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട മോശെ, നിന്റെ പ്രാർത്ഥനയ്ക്കൊത്ത് സ്വർഗം ചലിക്കുമെന്ന് എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് കൈമാറാ. പ്രിൻസ് ദോഹ, ഈ സഹോദരനെ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, ദൈവാത്മാവ് നിങ്ങളോട് കൈമാറുകയാണ്. ചിലതിനെ കുടഞ്ഞു കളയണം, പറ്റിപ്പിടിക്കുന്നതിനെ കുടഞ്ഞു കളയണം. ദൈവത്തിന്റെ വചനം പറയുന്നു, മെലീത്തായിൽ പൗലോസ് കാലുകുത്തിയത് പൗലോസിന്റെ ഇഷ്ടത്തിനല്ല. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ഞാനും നീയും എവിടെ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാൽ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, കയ്യെ പറ്റിയതിന് കുടഞ്ഞു കളയുമ്പോൾ അത് വീഴേണ്ടടുത്ത് വീഴും എന്ന് പറഞ്ഞാൽ വിടാതെ പറ്റിപ്പിടിക്കുന്നത് ചിലത് തീ പോകാൻ സമയമായെന്ന്. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിനോട് പറയാൻ പറയുന്നു, ഒരു ദേശത്തിന്റെ കെട്ടുപൊട്ടണമെങ്കിൽ പൗലോസ് നിന്റെ കയ്യിൽ അണലി പറ്റണം, ആ ജന്തു കയ്യെ പറ്റണം. അതിനെ തീയിലേക്ക് കൊടയാൻ അത്ര യോഗ്യതയുള്ള വേറെ ഒരു മനുഷ്യരും അവിടെ ഇല്ല. കാരണം അവിടെ ആരുടെയൊക്കെ ദേഹത്ത് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ചത്തു വീഴും, വീർക്കും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, അഭിഷേകമുള്ള പൗലോസ് കാലുകുത്തിയപ്പോൾ ആ പൗലോസിനെ വിടാതെ അതിന്റെ കൈമേൽ പറ്റി. എന്നാൽ തീയിൽ കുടഞ്ഞപ്പോഴാണ് പൗലോസ് ആരാന്നല്ല മനസ്സിലായത്. പൗലോസിനെ വിളിച്ചവൻ, പൗലോസിനെ അയച്ചവൻ ആരാണെന്ന് അവിടെ വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതായി കൈമാറുക. ചിലതിനെ കുടഞ്ഞു കളയാൻ തീരുമാനമെടുത്ത ചില വിഷയത്തിന്റെ കെട്ടുകൾ ദൈവാത്മാവ് പൊട്ടിക്കൂ. യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് കേറി വരുന്ന ആ ചങ്കിന് വേദന, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അറ്റാക്കിന്റെ പോരുകളെ പരിശുദ്ധമാവ് അഴിക്കുന്ന രാത്രിയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം ശുശ്രൂഷിക്കുമ്പോ ഒരുപക്ഷെ ഒരു വ്യക്തിയോടായിരിക്കാം ദൂത് കൈമാറുന്നത്, പക്ഷെ ചില കുടുംബങ്ങളെ ഇത് സ്പർശിക്കുന്നുണ്ട്, ചില കുടുംബങ്ങളെ ഇത് സ്പർശിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, നിലവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കാനായി മോശയെ ദൈവം തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി പറയട്ടെ, തെരഞ്ഞെടുപ്പും വിളിയുമുള്ളവേ. അതിന്റെ ഇപ്രകാരം പുറപ്പാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കണ്ട, അത് നോട്ട് ചെയ്താൽ മതി. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം അത് ഇപ്രകാരമാണ് പറയുന്നത്, അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്കും മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു. രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ മേൽ ഒരു നിയോഗമുണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവം നിയോഗം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തെ തടയാൻ പറ്റിയ ഒരു ശക്തികളും ഇല്ലെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അമ്മായിപ്പന്റെ ആര്യമേയിച്ചു നടന്നവൻ
ആമേ നിയോഗം വീണപ്പോൾ എവിടെ ചെന്ന് കയറി? ഫറവോന്റെ കൊട്ടാരത്തിൽ. എന്തിനു കയറി? ദൈവശബ്ദത്തെ കൈമാറാൻ. നീ ആരെയാ ഭയപ്പെടുന്നേ? അന്ധകാര വ്യാപാര ശക്തികളെ നീയല്ല ഭയപ്പെടേണ്ടത്, നിന്നെ അന്ധകാര ശക്തികൾ ഭയപ്പെടും. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു അധികാരമുണ്ട്. അഭിഷിക്ത ദൈവദാസിയ ശോഭ റോണി സിസ്റ്ററെ, ആത്മാവ് പറയുന്ന ഒരു അധികാരം വെളിപ്പെടും. അടുത്ത തലത്തിലേക്ക് ഒരു അധികാരം വെളിപ്പെടും. ആത്മാവനോട് പറയുന്നു, കണ്ണുകൊണ്ട് കാണത്തക്ക വിധ പൈശാചിക വ്യാപാരങ്ങൾ അഴിഞ്ഞു വിട്ടുമാറുന്നത്. ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേ ആ കെട്ടുകൾ ദൂരത്ത് അഴിയുന്നത്. ആത്മാവ് അങ്ങനെ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിക്കുന്നുവെന്ന് ദൈവാത്മാവ് ആലോചനയായി കൈമാറുകയാ. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നടത്തുകയാ, അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നടത്തുകയാ. ഇന്ന് രാത്രി ദൈവത്തിന് ചിലരോട് സംസാരിക്കാനുണ്ട്. ആമേ ശൂനങ്കാരത്തിയുടെ മകൻ മരിച്ചുപോയി. പക്ഷേ എലീശ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ എന്നോട് അത് മറച്ചു വച്ചെന്ന്. എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നിനക്ക് മറഞ്ഞിരിക്കുകയാണ്. ചിലതൊക്കെ നിങ്ങളുടെ വീടിനകത്ത് അവയെ ദൈവപ്രവൃത്തി വെളിപ്പെടാതെ മറച്ചു പിടിക്കുകയാ. ഇന്ന് രാത്രി പരിശുദ്ധമാവ് ചിലരോട് പറയുന്നു, ഈ റൂബി സിസ്റ്ററെ ആത്മാവ് പറയുന്നു, ചിലതിനെയൊക്കെ മറഞ്ഞിരിക്കുന്നതിനെ പരിശുദ്ധമാവ് പുറത്തു കൊണ്ടുവരാൻ പോവുക. മറഞ്ഞിരിക്കുന്നതിനെ പരിശുദ്ധമാവ് പുറത്തു കൊണ്ടുവരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. മറഞ്ഞിരിക്കുന്നത് ദൈവിക പദ്ധതികളെ ആമേ ശത്രു മറച്ചു പിടിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ചിലതൊക്കെ വെളിപ്പെട്ടു വരാൻ പോവുക, ചിലതൊക്കെ വെളിപ്പെട്ടു വരാൻ പോവുക. നാളുകളായി കേട്ട ദൂതുകളാ, ഇത് പ്രാപിക്കും, ലഭിച്ചു, ഇത് നടന്നു എന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മറച്ചു പിടിച്ചത്, ശത്രു മറച്ചു പിടിച്ചത് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്താൻ പോകുന്നു. യെസ്, അത് പ്രാപിക്കുന്ന സമയമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഇന്ന് ഈ ദൂത് കൈമാറുമ്പോൾ ചിലരുടെ കുടുംബത്തിനകത്ത വിടുതൽ സംഭവിക്കുകയാ, ചിലരുടെ വീടിനകത്ത വിടുതലുകൾ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരോട് കൈമാറുകയാണ്. ആമേ, ബാല്യക്കാര നീ പോയാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ എലീശ പ്രവാചക, നീ ചെന്നാൽ ചില മരണബന്ധനം അഴിയും. ഇതിനകത്തിരിക്കുന്ന ചില ദൈവദാസന്മാരോട് പറയട്ടെ, നിങ്ങളിലൂടെ ചില കെട്ടുകൾ അഴിയും കേട്ടോ. ഓ, ഈ 2025 നമ്മുടെ ശുശ്രൂഷയൊന്നും മങ്ങിപ്പോയിട്ടില്ലതേ. നമുക്ക് ശുശ്രൂഷയുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ദൈവദാസനെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ ആ ദൈവദാസൻ എന്നോട് പറയാം, പാസ്റ്ററെ, ഞാൻ കേരളത്തിന് പുറത്തൂടെ പല സംസ്ഥാനങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോയിട്ടുണ്ട്. കേൾക്കാമോ? നെറ്റ് പ്രോബ്ലം. ഓ യേശു, അതേ ഒരു വാട്സപ്പ് കോൾ കയറി വന്നതാണ്. സോറി കേട്ടോ. സ്തോത്രം. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ വചനത്തിനകത്ത് പറയുന്ന ഒരു കാര്യം. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എലീശ പ്രവാചകൻ ശൂനങ്കാരത്തിയുടെ മകന്റെ അടുക്കൽ ചെന്നപ്പോഴാണ് ആ മകന്റെ മേൽ ആ ജീവൻ മടങ്ങി വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ആ ദൂതിനെ ഒന്ന് വിവേചിച്ച് പറയട്ടെ, ബാല്യക്കാരന് കഴിയാത്തത് പ്രവാചകനിലൂടെ ദൈവം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ കൈമാറാം. ചില ദൈവദാസന്മാരിലൂടെ ചില അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരിലേക്ക് അത് കൈമാറും. ഇന്ന് രാത്രി ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, ഇതിനകത്തുനിന്ന് ചിലരെ അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ തുടങ്ങുകയാണ്. ഈ മീറ്റിങ്ങിനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, ഈ മീറ്റിങ്ങിനകത്ത് അസാധാരണമായി ചിലരെ ദൈവം ഉപയോഗിക്കും. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ചില ദൈവദാസിമാരാകട്ടെ, നിങ്ങളെ ദൈവം അതിശക്തമായ ശുശ്രൂഷകളിൽ ദൈവാത്മാവ് ഉപയോഗിക്കാൻ സമയമായി എന്ന് പരിശുദ്ധ ആലോചനയായി കൈമാറുകയാണ്. നിങ്ങൾ മടുത്തു പോകാനല്ല, ക്ഷീണിച്ചു പോകാനല്ല. ഞാൻ
കർത്താവിലേറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പാസ്റ്റർ റോയി എം ജോസഫ് കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ദൈവവചനം ശുശ്രൂഷിച്ചു. കർത്താവിന്റെ ദാസൻ ഇന്നലെ മിനിങ്ങാന്ന് കണ്ട 21 ദിവസം ഉപവാസം കഴിഞ്ഞ് അതിശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനെ ദൈവാത്മാവ് നിങ്ങളോട് ആലോചനയായി അഭിഷിക്തനോട് പറയുന്നു. നിങ്ങളെ കുറിച്ച് കർത്താവിനോട് ഇങ്ങനെ പറയുന്നത്, ഒരു മെതിവണ്ടി പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. ഒരു മെതിവണ്ടിയായി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അഭിഷിക്തരെ ഒരു മെതിവണ്ടിയാക്കി ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരൂ. കർത്താവിനോട് പറയുന്നു, ഇത് 6-ാം മാസമാണ്. 8-ാമത്തെ മാസത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചില വിഷയത്തിനകത്ത്, വ്യക്തിപരമായി ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുമെന്ന് ആത്മാവിനോട് പറയുന്നു. അഭിഷിക്തനെ ഒരു പ്രത്യേക തലത്തിലേക്ക് അഭിഷിക്തനെ ശുശ്രൂഷ ദൈവം വേർതിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുക. ഒരു മെതിവണ്ടിയാക്കി, പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി ദൈവദാസനെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് പറയുന്നു, ആമേ, ചില രാജ്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അയക്കാൻ സമയമായി. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരുങ്ങിക്കൊള്ളുക. ആത്മാവ് പറയുന്നു, ചില രാജ്യങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുകയാണ്. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു, ചിലതിനെ പൊടിച്ചു കളയുന്ന ഒരു അധികാരം ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ആലോചനയായി കൈമാറുക. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടിയില്ലെന്ന് നീ ഭാരപ്പെടരുത് കേട്ടോ. ചില വിഷയത്തിനകത്തെ കെട്ടുകൾ അഴിയുന്നുണ്ടെന്ന് ഈ നാൻസി സജിയോട് ദൈവാത്മാവ് പറയുന്നു. ചില പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടികൾ വെളിപ്പെടുന്നുണ്ടെന്ന്, ചില റിസൾട്ട് നിങ്ങളുടെ വീടിലേക്ക്, നിങ്ങളിലേക്ക് കടന്നു വരുന്നുവെന്ന് ദൈവാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ മേലെ ഒരു വലിയൊരു ദൈവ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കുമ്പോൾ കാലുകളോട് വാദിക്കുന്ന ചില പോരാട്ടങ്ങളെ ദൈവാത്മാവ് അഴിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ആത്മാവ് പറയുന്നു, നീ കാണുന്നതിനും അപ്പുറമായി നിന്റെ മേൽ ഒരു ദൈവിക നിയോഗം, നിന്റെ മേൽ സ്വർഗം കൈമാറിയിട്ടുണ്ട്. ദൈവം നിന്റെ മേൽ ഒരു സ്വർഗീയമായ നിയോഗം കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ നിയോഗം നിനക്ക് വേണ്ടി ചലിക്കും. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ആർക്കും നിയോഗമില്ലാത്തവരാരും ഇതിനകത്ത് ഇരിപ്പില്ല. നിയോഗമില്ലാത്തവരാരും ഇല്ല. നിയോഗം ഉള്ളവരാ ഇതിനകത്ത്. പക്ഷെ നിയോഗം ഉണ്ടെങ്കിലും എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ വചനം പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം സാക്ഷാൽ വചനമായിട്ട് തന്നെ നിങ്ങൾ അതിന് എന്ത് ചെയ്തു? നിങ്ങൾ കേട്ടു. എന്നിട്ട് അടുത്ത ഒരു പദം പറയുകയാണ്, അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ മേൽ, എല്ലാവരുടെ മേലല്ല അത് വ്യാപരിക്കുന്നത്. ഞാനും നീയും അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അടിസ്ഥാനങ്ങൾ പൊട്ടു. ഞാനും നിങ്ങളും അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആരാധനയ്ക്കകത്ത് ചങ്ങലകൾ അഴിയൂ. ഞാനും നിങ്ങളും അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ അഴിയൂ. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില റിസൾട്ട് വരികയാണ്, ചില മറുപടി വെളിപ്പെടുകയാണ്. എന്നോട് ഇത് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ജോലി സംബന്ധമായി നീ വിദേശ രാജ്യത്ത് നീ ഭാരപ്പെടുന്നു. ആത്മാവ് പറയുകയാണ്, ഈ നാളുകളിൽ തന്നെ നിന്റെ വഴി ദൈവം ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇത് പറയുമ്പോ കർത്താവിനോട് പറയും, നീ കർത്താവിന്റെ സന്നിധിയിലോട്ട് ഒന്നും കൂടെ ചേർന്ന് വന്നേ, ഇച്ചിരി കൂടെ ഒന്ന് അടുക്കാനുണ്ട്. നീ ഒന്ന് അടുത്തു വരാൻ തയ്യാറാകുക. അകന്നു മാറിയിട്ട് ചിലരൊക്കെ ഇങ്ങനെയാ, ദൈവദാസന്മാരെ വിളിച്ചിട്ട് പറയും, പാസ്റ്റർ എനിക്ക് ഇന്ന വിഷയം ഉണ്ടെന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചിട്ട് അവര് സുഖമായിട്ട് കിടന്നു നോക്കും. ഇതെല്ലാം ദൈവദാസന്മാർക്കാ. ചിലരെന്നോട് ചോദിക്കും, പാസ്റ്റർ എന്താ പ്രാർത്ഥനാ തൊഴിലാളിയാണോന്ന്? ദൈവദാസന്മാർക്കൊക്കെ അറിയാം. ഇത് വിളിച്ച് പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അവരുടെ വഴിക്ക് പോവുക. പ്രാർത്ഥനയ്ക്ക് വിളിച്ചങ്ങോട്ട് ഓർഡർ കൊടുക്കുക. പക്ഷെ ഇന്ന് രാത്രി അങ്ങനെയല്ല. ഇതിനകത്തിരിക്കുന്നവർ അങ്ങനെയല്ല. ഇതിനകത്തിരിക്കുന്നവർ അഭിഷിക്തരിലൂടെ ദൈവശബ്ദം കേട്ട് ഞങ്ങൾക്ക് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഇതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുക, നിന്റെ ജീവിതത്തോട് വാദിക്കുന്ന ചില കല്ലുകളെ പരിശുദ്ധാത്മാവ് ഉരുട്ടി മാറ്റി. ഈ സീന അനീഷ് എന്ന് പറഞ്ഞ ആ സഹോദരിയോട് ദൈവാത്മാവ് എന്നെ ഇങ്ങനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. നിന്റെ അതിരിന്മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു.
ആമേ ഒരു കുറ്റി ഇങ്ങനെ തറച്ചു വെക്കുന്നത് പോലെ എന്റെ മണ്ണിലേക്ക് ഒരു അസാധാരണമായ ഒരു ശക്തി വ്യാപരിക്കുന്നതായി പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അതിരിനകത്ത് ഒരു വചനം ഇപ്രകാരം പറയുന്നു, ചുറ്റുമതിലില്ലാതെ തുറന്നു കിടന്നാലും അതിനകത്ത് കയറുന്നവന്റെ കാര്യം കഷ്ടം. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ദൂത് ദൈവം നിനക്ക് കാവലായി ഇറങ്ങുമെന്ന് ചില പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. എന്നോട് ദൈവാത്മാവ് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കെട്ടുകൾ അഴിയുന്നു. അനേകര് കൈവച്ച് പ്രാർത്ഥിച്ച വിഷയം, അനേകര് പ്രാർത്ഥിച്ചത് ആ വിഷയം, പക്ഷെ ദൈവാത്മാവ് പറയുന്നു ആ കെട്ട് പൊട്ടുകയാണെന്ന്. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ആ വിടുതൽ സംഭവിക്കുകയാ, അത് വിടുതൽ സംഭവിക്കുകയാ. ഒരു വലിയ ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം അതിനെ ഒരുക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി കൈമാറുകയാണ്, നിന്റെ മേലൊരു അസാധാരണമായ ദൈവ സാന്നിധ്യമുണ്ട്. ഈ കല്ലുരുട്ടി മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്, നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഈ കല്ലുരുട്ടി മാറ്റാൻ. ഈ കല്ല് ഉരുട്ടി വെച്ചത് ആരായാലും, പക്ഷെ ഈ കല്ലുരുട്ടി മാറ്റി വെക്കാൻ കഴിയത്തില്ല. കാരണം എനിക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റാൻ ആരുണ്ടെന്ന് ആമേ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ ആഗ്രഹത്തിനകത്ത് കല്ലുരുട്ടി മാറ്റാൻ നീ പോലും അറിയാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൈമാറുക. ഏറ്റവും വലിയ കല്ലാണെങ്കിലും ആമേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആ കല്ലിനെ ഉരുട്ടി മാറ്റാൻ നീ ആഗ്രഹിച്ചാൽ നിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമേ ചില തലമുറയുടെ കെട്ടുകളെ ദൈവം അഴിച്ച് ആമേ ദൈവം ചിലർ തുറപ്പിക്കാൻ പോവുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇത് ഒരാളോടല്ല കേട്ടോ, ഇതിനകത്ത് പലരും തലമുറകളാൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, അവരെ ദൈവം ചിലർ തുറപ്പിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ചില രാജ്യങ്ങളുടെ പേര് കാണിക്കുന്നു. ദൈവം ചില രാജ്യങ്ങളിൽ ഉറപ്പിക്കാൻ പോവുക. ആമേ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതെ, നടക്കാത്ത കാര്യമാ. ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്ഷണത്തിൽ ചില പേപ്പർ വർക്കുകൾ ശരിയാവുക. ഈ ദൂത് ചില കുടുംബത്തിന്റെ ഡോറിൽ വന്ന് മുട്ടുന്നു. തുറക്കാത്ത ചില വാതിലുകളെ പരിശുദ്ധമാവ് തന്നെ തുറക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ചില വഴികൾ ശത്രു അടച്ചു കെട്ടിയാലും ആത്മാവ് നിനക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി പറയട്ടെ, യേശു കർത്താവ് ഗദരദേശത്തേക്ക് കടന്നു പോകുന്ന വഴിയിലെ യാത്രയെ മുടക്കാൻ പല വിധത്തിലുള്ള കാറ്റുകൾ യേശു കയറിയ പടകിന് നേരെ ആഞ്ഞടിച്ചു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, ആമേ കല്ലറയ്ക്കകത്ത് ആ വ്യാപരിക്കുന്ന ശക്തിക്ക് മനസ്സിലായി യേശു എങ്ങോട്ടാ വരുന്നതെന്ന്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ചില കാറ്റുകൾ, ചില പ്രതിസന്ധികൾ, ആമേ ചില വിടുതലിന് വേണ്ടിയിട്ടാ നിന്റെ വീടിനോട് ആഞ്ഞടിക്കുന്ന, നിന്റെ പ്രാർത്ഥനയോട് നിന്റെ തലമുറയോട് വാദിക്കുന്ന ചില പൈശാചിക കാറ്റുകൾ നീ കണ്ട് ഭയപ്പെടാനല്ല, നിന്റെ പടകിനകത്ത് യേശു എഴുന്നേൽക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ആ ചങ്ങിന്റെ കെട്ട് ദൈവം അഴിക്കുകയാ. തുടർച്ചയായിട്ടുണ്ടാകുന്ന ആ ചങ്ങിന് വേദന അഴിഞ്ഞു മാറുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്ന ആ ചങ്ക് വേദന അഴിഞ്ഞു മാറുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് തൊടുകയാ. ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്നു. ആ ചങ്ക് വേദന എപ്പോഴും ഇല്ല, എന്നാൽ കൂടെ അത് ഉണ്ടാകുന്നു. നിന്നെ ഭയപ്പെടുത്തുന്ന ആ പൈശാചിക സ്പിരിറ്റ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിയുകയാണ്. എനിക്കറിയാം ഈ ദൂത് കൈമാറുന്ന ആ ചങ്കുവേദനയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് 3-4 പേര് ഇരിപ്പുണ്ട്. ആ 4 പേരോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. അതിപ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് അത് ഫ്രീ ആകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഫ്രീ ആകുന്നു. ആ വിടുതൽ സംഭവിക്കുകയാ. ഇതിനകത്ത് സൗഖ്യം നടക്കുന്നു. ഇതിനകത്ത് ചിലരുടെ നടുവിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ആ നടുവേദനയുടെ ആ പോരുകൾ അഴിയുകയാ. ഈ സീന, അതെ, ആത്മാവ് നിങ്ങളെ തൊടുന്നു. കർത്താവ് നിങ്ങളെ തൊടുന്നു. നിങ്ങളുടെ മേലെ ആ നടുവിനെ കെട്ടുന്ന ആ പോരുകളെല്ലാം അഴിയുകയാ.
ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ഇന്ന് രാത്രി ആ ചോദ്യത്തിന് മുമ്പിൽ ഇറങ്ങി വന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിനെയൊക്കെ ഉരുട്ടി മാറ്റും. ചില വിഷയത്തെ നിന്റെ മുമ്പിൽ നിന്ന് ഉരുട്ടി മാറ്റുകയാ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് കൈമാറുകയാണ്. ആമേ, നിന്നെ എവിടെയൊക്കെ ആരൊക്കെ ഒതുക്കി വെക്കാൻ ശ്രമിച്ചാലും നിന്റെ തലമുറയെ നോക്കി ആമേ പരിഹസിക്കുന്നവരുടെ നടുവിൽ നിന്റെ തലമുറ ഒരു അത്ഭുതമാകുന്നു. നിന്റെ തലമുറ ഒരു അത്ഭുതമാകുന്നു. യെസ്, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പൗലോസേ, ശീലാസേ, നിങ്ങളെ മറ്റുള്ളവർ നോക്കിയിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ ദൈവത്തെ പാടി ആരാധിച്ചു. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ വ്യാപരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ വ്യാപരിക്കുന്നത്, നിന്നെ നോക്കിയിരിക്കുന്ന നിന്റെ ചാർച്ചക്കാരുണ്ട്, ദേശക്കാരുണ്ട്. ഇന്ന് രാത്രി സ്വർഗം ചെല്ലോട് ദൂതായി കൈമാറുകയാ. നിന്റെ പ്രാർത്ഥനയെ നോക്കുന്നവർ, നിന്റെ ആരാധനയെ വിലയിടുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. ചങ്ങലകൾ അഴിയ സമയമായെന്ന്, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി മാറാൻ സമയമായെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണ്? ഓ, ഒരു അസാധാരണമായ ദൈവശക്തി. ഓ, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്, ചിലരെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് കൈമാറുന്നു. നിന്റെ കാലുകൾക്ക് വേഗതയേറാൻ പോകുന്നു. നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്തവരുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ അധരത്തിലൂടെ പുറത്തു വരുന്ന ഒരു വാക്കുവരെ സ്വർഗം അതിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്വർഗം അതിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചെല്ലോട് ദൂതായി കൈമാറുകയാണ്. നിന്നെ ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നിന്നോട് ദൈവം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞെടുത്ത് നിന്റെ കരം പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം അതിന്മേൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യൂ. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണോ? ആത്മാവിന് നിന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ പൗലോസേ, ശീലാസേ, നോക്കി നിൽക്കുന്നവർ നിന്റെ വിഷയമല്ല. കാഴ്ച കാണാൻ നോക്കിയിരിക്കുന്നവർ നമ്മുടെ വിഷയമല്ല. പക്ഷെ നിന്റെ ആരാധനയ്ക്കകത്ത്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എത്ര വലിയ പോരുകളെയും ദൈവം അഴിക്കും. ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാൻ പറയുന്നു, തലയുടെ ഒരു സൈഡിൽ, നാളുകളായി തലയുടെ ഒരു സൈഡിൽ തന്നെ വേദനയുണ്ട്. തലയുടെ ഒരു സൈഡിൽ ആ ഒരു പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ചിലരെ തൊട്ട് സൗഖ്യമാക്കുകയാ. നിന്റെ വീടിനകത്ത് വാദിക്കുന്നത് വരെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ വീടിനകത്ത് ആദ്യം ഒരു വിടുതൽ നടക്കട്ടെ. നിന്റെ വീടിനകത്ത് ആദ്യം ഒരു വിടുതൽ നടക്കട്ടെ. ആദ്യം ഒരു സൗഖ്യം നടക്കട്ടെ. ആദ്യം ചില കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, എന്നെ ഒരിക്കലും ഒരു ദൈവദാസൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. എന്നെ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ആരാ നമ്പർ തന്നെ? അന്നേരം എന്നോട് പറഞ്ഞു, എന്റെ ഒരു റിലേഷൻ ഡൽഹിയിലുണ്ട്. അപ്പൊ ഞാൻ മാർത്താണ്ഡത്തുള്ള ഒരു ദൈവദാസിന്റെ സൂമിൽ പ്രസംഗിക്കുമ്പോഴാ ആ ദൈവദാസ് ആ സഹോദരി കൊടുത്തതാ. ആ സഹോദരിയുടെ അമ്മയുടെ ആങ്ങളെയാ ഈ ദൈവദാസന്. ഈ ദൈവദാസന് നമ്മുടെ ഈ സാൽവേഷൻ ആർമിയിലെ അയ്യ എന്ന് പറയുന്ന ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ബെന്തിക്കോസിലെ പാസ്റ്ററാണ്. അന്നേരം എന്നോട് പറഞ്ഞു, അത് മനസ്സിലായി ദൈവദാസനെ, ഞാനിങ്ങനെ സാൽവേഷൻ ആർമിയിലെ പാസ്റ്ററാണ്, അയ്യാണ് ഞാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമല്ലോ. ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവിന് മഹത്വം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഒരു വെളിപ്പാട് കാണിച്ചു. അവരുടെ പെരയ്ക്കകത്തൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ ഒരു ഇരുട്ടിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഞാൻ അത് ദൈവദാസനോട്, ദൈവദാസനെ, നിങ്ങളുടെ വീടിനകത്ത് ഒരു രാത്രി സമയങ്ങളിൽ ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ ഒരു ഇരുട്ട്, നിങ്ങൾ ഇത് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഞാനിങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവദാസന് ഏകദേശം ഒരു 70 വയസ്സുണ്ട്. ആ ദൈവദാസന് എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, അത് സംഭവം ശരിയാ, ഞാൻ അത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ദൈവദാസന് ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ പോയി അടൂരപ്പുറം പോയി അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ഒരു കാര്യം പറയാ, നിന്റെ കണ്ണിൽ കാണാത്ത ചില തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കുന്ന രാത്രിയാ എന്ന് പറഞ്ഞാൽ, നീ കണ്ണുകൊണ്ട് നോക്കിയ കാണാത്ത ചില മേഖലകളെ നീ ആരാധിക്കുമ്പോൾ അഴിയൂന്ന് മനസ്സിലാകുന്നുണ്ട്. എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ട്? നീ കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രം കാണുന്നത് അല്ല സത്യം. കാണാത്ത മേഖലകളിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വന്ന് ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന, ചങ്ങലകളെ അഴിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാ.
ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആ കുടുംബത്തിൽ നിന്ന്, ആ വീടിനകത്ത് രോഗമിട്ട് മരണത്തിന്റെ വാദഗതികൾ നടത്തിക്കൊണ്ടിരുന്ന ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം അഴിച്ചു. ഞാൻ ഒരു കാര്യം പരിശുദ്ധമായി കൈമാറട്ടെ. നിന്റെ വീടിനോട് വാദിക്കുന്ന മരണബന്ധനങ്ങൾ അവകാശം പറയുന്ന പൈശാചിക സ്പിരിറ്റുകളെ പൊട്ടിക്കാൻ നീ മരണശക്തികളെ കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നോട് പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗം തരുമ്പോൾ നീ ആ പ്രാർത്ഥനയുടെ സമയത്തെ തള്ളി മാറ്റാതെ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകുമ്പോൾ ചില മരണവാശങ്ങൾ അഴിയൂ. നിന്റെ തലമുറയുടെ ഭാവിയെ കെട്ടിയ കുരുക്കുകൾ അഴിയൂ. നിന്നോടുള്ള വാഗ്ദത്തങ്ങളെ തടയുന്ന വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറും. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണോ? ഓ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കുകയാണ്. അങ്ങനെ ചില നിയോഗത്തിൽ ദൈവാത്മാവ് ചില എഴുന്നേൽപ്പിക്കുകയാ. നിന്റെ മേലെ ആ നിയോഗം വീഴട്ടെ. നീ ചില കുടുംബത്തിൽ കാലുകുത്തുമ്പോൾ, നീ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മരണബന്ധനങ്ങൾ അഴിയുന്ന, രോഗത്തിന്റെ ബാധകൾ അഴിയുന്ന, ആ അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൈമാറുകയാ. അത് വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കുന്നു. നീ കാലുകുത്തുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകം അന്യായ ബന്ധനങ്ങളെ കരിക്കുന്ന ദൈവശക്തിയായി വ്യാപരിക്കും. അത് സംഭവിക്കുന്നു. ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാ. ഇതിനകത്തുനിന്ന് ചിലരുടെ മേൽ ആ പുതപ്പ് വീഴുകയാ. ഇന്ന് രാത്രി സ്വർഗം ചില എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കുന്നു. ഓ, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. നിങ്ങൾ വീടിനകത്തായിരിക്കുന്നു, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ആ അഭിഷേകം ചിലത് നിനക്ക് മടക്കിത്തരാൻ പോവുക. ആ അഭിഷേകം ദൈവം നിനക്ക് മടക്കിത്തരാൻ പോവുക. ചില നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവിനോട് പറയുന്നു, ആമേ, ചില കിഡ്നി സംബന്ധമായ ചില രോഗത്തിന്റെ കെട്ടുകളെ പരിശുദ്ധമായി അഴിക്കും. ചില കിഡ്നി സംബന്ധമായ ചില രോഗത്താൽ ഭാരപ്പെടുന്നവർ നിങ്ങളുടെ വീടിനകത്തുനിന്ന് ചില ദൈവം തൊട്ട് സൗഖ്യമാക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി സൗഖ്യമായി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കാര്യം ചില തൊടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ കരം ചിലരുടെ മേൽ വ്യാപരിക്കുകയാ. പരിശുദ്ധമാവ് ചിലരെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കും. നീ ഒരു ഭവനത്തിൽ ചെന്ന് നീ ഒരു സ്തോത്രം പറയുമ്പോൾ ആ ഭവനത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ദുഷ്ടവ്യാപാരം ഉണ്ടെങ്കിൽ അത് അഴിഞ്ഞു മാറണം. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ. പൗലോസേ, ശീലാസേ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കൈയടിച്ച് ആരാധിച്ചപ്പോൾ അവിടെ ആ ചങ്ങലകൾ അഴിഞ്ഞു മാറി. ഇന്ന് രാത്രി സ്വർഗം ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. നീ ചില ഭവനത്തിൽ കാലുകുത്തുമ്പോൾ തന്നെ അതിനെ അവകാശം പറയുന്ന ചില കുടിയിരിപ്പുകൾ അഴിഞ്ഞു മാറത്തക്കവണ്ണം നമ്മുടെ മേൽ അഭിഷേകം വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രാർത്ഥനയായിട്ടല്ല, അവർ ആ വീട്ടിലേക്ക് വാടകയ്ക്ക് കയറി താമസിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം ദേവദാസനെ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ രാത്രിയിൽ അവിടെ ചെല്ലുകയാ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ വീട്ടിലെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കിപ്പറക്കി വെച്ചോണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും കൂടെ കൂടി വന്നൊരു പ്രാർത്ഥന നടക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു അവരുടെ അകത്തെ മുറിയുടെ വാതക്കൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു വലിയൊരു കാറ്റ് അങ്ങോട്ട് ഇറങ്ങിപ്പോ എൻ്റെ ദേഹത്ത് ആ കാറ്റിങ്ങനെ സ്പർശിക്കുന്നത് പോലെ നമുക്ക് ആ സാന്നിധ്യം മനസ്സിലായി. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അവരുടെ മകനോട് ചോദിച്ചു, അജയ്, നീ തോർത്തെടുത്ത് വീശിയോ? ഈ ചൂടായിട്ട് ഈ ഫാൻ ഇല്ലാത്തതുകൊണ്ട് നീ തോർത്തെടുത്ത് വീശിയോ എന്ന് ചോദിച്ചപ്പോ, ഇല്ല പാസ്റ്റർ, എന്നെ പറ്റിയെന്ന് ചോദിച്ചാൽ പറയും, ഒന്നുമില്ല, ഈ ഭവനത്തിൽ എന്തോ ഒരു സാധനം വിട്ടുപോയെന്ന് പറഞ്ഞു. ഞങ്ങൾ വീറ്റത്തോട്ട് ഇറങ്ങി ഞങ്ങൾ പോരുകയും ചെയ്തു. എന്നാൽ അന്ന് വൈകിട്ട് അവരുടെ അയൽവക്കത്ത് നിന്ന് ഒരു ഫോൺ വന്നു. അവർ താമസിക്കാൻ എടുത്ത വീട്, ആ വീടിന്റെ മുറിക്കകത്ത് ഒരു സ്ത്രീ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തതാണ്. ആ മുറിയുടെ വാതിൽക്കൽ നിന്നാണ് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിപ്പോകുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒരു കാറ്റങ്ങ് അടിച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ അന്ന് പിറ്റേ ദിവസം മുതൽ അവർ പറയുന്ന ഒരു കണ്ടത്തിന്റെ ഈണ്ടിക്കിൽ അവർ താമസിക്കുന്ന ആ കണ്ടത്തിൽ ഒരു മനുഷ്യൻ നിന്ന്, ഒരു ഭയങ്കര മനുഷ്യൻ നിന്ന് കത്തുന്നത് പോലെ രാത്രി 10 മണി കഴിയുമ്പോൾ ആ കണ്ടത്തിൽ ഇങ്ങനെ തീ പൊങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത്, ഞാൻ വലിയ ആളല്ല, നമ്മുടെ യേശുവ വലിയത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആ മുറിക്കകത്ത് അവകാശം പറഞ്ഞു നിന്ന ആ
ആ ദുർമരണ ശക്തി അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഭവനത്തിനകത്ത് ഇരിക്കാൻ കഴിയാതെ അത് ഇറങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോവുക, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. ചില കുടുംബങ്ങളെ അവകാശം പറഞ്ഞ് കെട്ടിവെച്ച ചില ദുർമരണ ശക്തികൾ, ചില അന്യാരാധനയുടെ പോരാട്ടങ്ങൾ, നന്മയെ തടയുന്ന, തലമുറയുടെ ഭാവിയെ തടയുന്ന, വാഗ്ദത്തങ്ങളെ വഴിമാറ്റിവിടുന്ന, നീ ഉയരത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, പ്രാർത്ഥനയിൽ നീ ശക്തിപ്പെടത്തില്ലെന്ന്, നീ ഒരിക്കലും ശുശ്രൂഷയിൽ എഴുന്നേക്കത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചിക കോട്ടകൾ ഇന്ന് രാത്രി പൊട്ടി അഴിയുന്ന രാത്രിയാ. ഓ, യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ, അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം വിടുതലിന്റെ രാത്രിയായി മാറുകയാണ്. അസാധാരണമായ അഭിഷേകം, നിന്റെ അഭിഷേകത്തെ പരിഹാസത്തോടെ നോക്കിക്കണ്ടവരുടെ നടുവേ നിന്റെ അഭിഷേകം നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രാത്രിയാണ്. അത് പറയോ, കർത്താവിനോട് പറയാൻ പറയുന്നു, നിന്റെ തലമുറയെ ഈ നാളുകളിൽ തന്നെ അവന് രാജ്യങ്ങളുടെ വാതിൽ തുറക്കുന്നു, രാജ്യങ്ങളുടെ വാതിൽ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിന്റെ വഴികൾ തുറക്കട്ടെ. ഇത് പറയുമ്പോൾ നിന്റെ കാലിനെ കെട്ടുന്ന വേദനകൾ ദൈവാത്മാവ് അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആവുക. ചിലരുടെ മേൽ ആ വിടുതൽ സംഭവിക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊട്ട് വിടുവിക്കുകയാ. ചില രോഗത്തിന്റെ ബാധകൾ വീടിനകത്ത് കയറി വരുമ്പോൾ, പുറത്തു പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, വീട്ടിൽ കയറി വരുമ്പോൾ മുതൽ പ്രശ്നമാ എന്ന് പറഞ്ഞ ശരീരത്തിൽ ഇല്ലാത്ത പ്രയാസങ്ങളില്ല, വീടിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ചില കുടുംബങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽ ഈ രാത്രി ആ മണ്ണിന്റെ പോരാട്ടങ്ങളെ പൊട്ടിച്ചു കളയുന്നു. ഇതിനകത്തുണ്ടാകും അങ്ങനെ, ഇതിനകത്തിരിപ്പുണ്ട്, എനിക്കറിയാം, ഞാനത് പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ആരോടാണ്. ഇത് നിങ്ങളോടാണ്. നിങ്ങൾ ഇത് സ്വീകരിച്ചു, ഇത് നിങ്ങളോടാണ് ഇത് സ്വീകരിച്ചു. എനിക്കറിയാം ഇത് ആരോടാ ഇത് പറയുന്നത്, എനിക്കറിയാം. ദൈവാത്മാവ് പറയുന്നു ആ വിഷയം, ഇത് തലവേദനയുമായി ബന്ധമുണ്ട്, അതിന് തലവേദനയുമുണ്ട്. ആ പോരാട്ടങ്ങളെ പരിശുദ്ധമായി അഴിക്കുന്നു. ഇന്ന് രാത്രികാലം ഇനി അത് നിന്റെ ജീവിതത്തിൽ ഇല്ലത്. പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുക കേട്ടോ, പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുക. പ്രാർത്ഥനയുടെ മറുപടിയെ അവകാശം പറഞ്ഞ് പിടിച്ചു വച്ചതാ. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിന്റെ തലമുറ ഒരു അഭിമാനമായി, ഒരത്ഭുതമായി ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ 5 വർഷക്കാലമായി ശത്രു അതിരുവെച്ചത് ഇന്ന് രാത്രി ആ മുഖം തകരുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആ പോരാട്ടങ്ങൾ അഴിയുന്ന രാത്രിയാ. എന്നോട് കർത്താവിനോട് പറയാൻ പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുക, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും വചനം ഇങ്ങനെയാ പറയുന്നത്, അവൻ വേഗത്തിൽ പ്രതിക്രിയ ചെയ്യുകയില്ലയോ. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? നീയും ഞാനും വിചാരിക്കും സമയം താമസിച്ചു പോയി, ഇനി എന്നാ കർത്താവേ എന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, വേഗത്തിൽ ചില മറുപടി വരുന്നു. നിന്റെ വീടിനകത്ത് വേഗത്തിൽ ഇന്നു മുതൽ ചില മറുപടി വെളിപ്പെടുന്നു. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഇതിനകത്ത് മധുപാസ്റ്റർ പ്രസംഗിച്ചിട്ട് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ എന്റെ യേശു ഇറങ്ങിയാൽ, ഞാൻ ഉയർത്തുന്നത് യേശുവിനെയോ മധുവിനെയോ അല്ല, യേശുവിനെ ഉയർത്തുന്നത്. വേഗത്തിൽ ചില വിടുതൽ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ വേഗത്തിൽ ചില മറുപടി വെളിപ്പെടുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ കാര്യം ചിലരെ തൊടുകയാ. നിനക്ക് വേണ്ടി ദൈവം വേഗത്തിൽ ചില മറുപടികൾ തരികയാ. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഈ ബീന സിസ്റ്റർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിനെ ആശ്രയിക്കുക. കാരണം 2 മെസ്സേജ് ഇട്ട്, അവർക്ക് കുട്ടികളില്ല എന്നും പറഞ്ഞു, പിന്നെ അവർക്ക് നടുവേദന ഉണ്ടെന്നും പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ ബീന സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നമ്മുടെ ആസ്തി അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവെ. അസ്ഥി സംബന്ധമായ നടുവേദനയാൽ ഭാരപ്പെടുന്ന ആ പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കണം കർത്താവെ. നമ്മുടെ ആസ്തിയോട് ശരീരത്തിൽ പല വിധത്തിലും ഒന്നു മാറി രോഗത്തിന്റെ പോരാട്ടങ്ങളിട്ട് അവശതയാക്കി ക്ഷീണിപ്പിക്കുന്ന ചില പോരാട്ടങ്ങളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആർക്കുമില്ലാത്ത ചില പ്രതിസന്ധികൾ കർത്താവിന്റെ ദാസിയോട് തുടർച്ചയായി വാദിക്കുന്നുവെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവെ, ആ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. തലമുറകളില്ലാതെ കർത്താവെ ഭാരപ്പെടുന്ന അനുഭവത്തെ ദൈവം അത് മാറ്റി കർത്താവെ തലമുറകളെ കൊടുക്കണം. കർത്താവെ, അങ്ങയുടെ വരവ് താമസിച്ചാൽ കർത്താവെ തലമുറകളുമായി ഈ മീറ്റിംഗിൽ തന്നെ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസിയോടെ ശരീരത്തോട്
ശരീരത്തോട് അവകാശം പറഞ്ഞ് ശരീരത്തെ കെട്ടിയ ആ പൈശാചിക കെട്ടുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൊടുത്ത വിടുതലിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ കർമ്മ പ്രയർ ഗ്രൂപ്പിനോടും ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസി ഗ്രേസി സിസ്റ്ററോടും ഈ ശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി ആര്യ സിസ്റ്ററോടും ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ച പ്രിൻസ് സഹോദരനോടുമുള്ള നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ വീട് പാലായിലാണ്, കോട്ടയം ജില്ല പാലായിലാണോ. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പാലായില ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ദൈവം നടത്തുന്നു. അതുകൂടാതെ ഞാൻ 40 ദിവസം ഉപവാസമാണ്. ഇന്ന് 28 ദിവസമായി. നിങ്ങൾ എൻ്റെ ഭാര്യ 21 ദിവസം ഉപവാസത്തിലുണ്ട്. എൻ്റെ സഭയിലെ പലരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷകളെല്ലാം ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അവസരം തന്ന കർത്താവിന്റെ ദാസിമാരോടും ദാസന്മാരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുന്നു. എനിക്കൊരു പ്രാർത്ഥിക്കണമേ. എൻ്റെ പേര് മോളി ജോസഫ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. ഇപ്പം പ്രാർത്ഥിക്കും. ശരി, ഒരു വാക്ക്. കർത്താവേ, ഞങ്ങളുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് അവരെ കുടുംബമായി ഏൽപ്പിക്കുകയാണ്. സ്വർഗമെല്ലാം അറിയുന്നല്ലോ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവെ, അത് കേൾക്കുക മാത്രമല്ല, അത് വിശ്വസിക്കുന്നവരും കൂടെ ആയി മാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. കർത്താവെ, ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ, കർത്താവെ, അനേക ദൈവികമായ ശബ്ദം കേട്ടിട്ടും അതിനെ പ്രാപിക്കാൻ പറ്റാതെ തടയുന്ന എല്ലാ പോരാട്ടങ്ങളെയും സ്വർഗം അഴിച്ചു മാറ്റി ഒരു വലിയ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിന് സംസാരിച്ച ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ ദൈവമോ രാപ്പകൽ നിലവിളിക്കുന്ന എൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ല. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടും ഉപവസിച്ചുകൊണ്ടും ഒക്കെ ദൈവത്തിന്റെ മറുപടിക്കായി കാത്തിരുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തമായി സംസാരിച്ചു. അതെല്ലാം ദൈവാത്മാവിൽ ഏറ്റെടുത്ത് ഒരു പ്രാർത്ഥിച്ച് ഇന്ന് രാത്രികാലം ആ വിടുതൽ പ്രാപിച്ച് ഇന്ന് രാത്രികാലം മടങ്ങിപ്പോകണം. അത് അവരവരുടെ വിഷയങ്ങൾ അവരവർക്കറിയാം. അവരോട് ദൈവാത്മാവ് ശക്തമായി സംസാരിച്ചു. എന്നോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല വിഷയങ്ങളിലും സംസാരിച്ചു. ഞാൻ ആ വചനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് വിടുതൽ തന്നതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ഇനി നമുക്ക് തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ദൈവദാസനെ ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് പുതുതായി കയറിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഒത്തിരി അഭിഷിക്തന്മാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അഭിഷിക്തന്മാരും ഉണ്ട്. ആശാ പുന്നു സിസ്റ്ററെ, ബ്രദർ ജോൺ ബ്രദറെ, അതുപോലെ റോയി എം ജോസഫ് പാസ്റ്ററെ, ഒത്തിരി, അതുപോലെ ഓമന വർഗീസ് ആൻറ്റി, എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സഹിച്ച പ്രാർത്ഥിച്ച് ജെഫിൻ ബ്രദറെ ആശീർവാദം കൂടെ പറഞ്ഞേര്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ, നല്ലൊരു ദിവസത്തിന് ഹല്ലേലൂയ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്നപ്പാ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പോൾ കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിൽ കൂടി വന്ന് കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിപ്പാനൊക്കെ കർത്താവ് ഇടയാക്കിയതിനായി നന്ദി കർത്താവെ. ഞങ്ങൾക്ക് കിട്ടിയ ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ദൈവദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളൊക്കെ കേൾക്കാന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഒക്കെ കർത്താവെ ഹല്ലേലൂയ ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു ദൈവദാസനെ, കുടുംബത്തെ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ. അനേകർക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ കർത്താവിന്റെ വചനം കർത്താവെ ഹല്ലേലൂയ ഘോഷിക്കുവാനൊക്കെ കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് കർത്താവെ ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ കൂടി എല്ലാവരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവെ ഞങ്ങൾക്കൊരാശ്വാസം അപ്പാ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. അവിടുത്തെ സമാധാനം കർത്താവെ അവിടെ നിലപെടുന്നതിനായി
ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക കർത്താവെ ഹാലേലിയ ഭാരത്താലും ദുഃഖത്താലും കർത്താവെ ഹാലേലിയ കർത്താവെ പോകുന്ന കർത്താവെ ഹാലേലിയ ദൈവമേ ഹാലേലിയ കുഞ്ഞുങ്ങൾ അനാഥരായവരുണ്ട് കർത്താവെ ഹാലേലിയ കർത്താവെ ഹാലേലിയ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ ഹാലേലിയ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പൊ ദൈവമേ അവിടുന്ന് ഇടപെടണമേ കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കർത്താവെ ഹാലേലിയ ഇടപെട്ടതിനായിട്ട് നന്ദി അപ്പാ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ കൂട്ടായ്മ കർത്താവെ അനേകർക്ക് കർത്താവെ വിടുതലായി തീരട്ടെ. കർത്താവെ ഞങ്ങളായിരിക്കുന്ന ദേശങ്ങൾക്ക് വിടുതലായിരിക്കണം അപ്പാ. ദൈവമേ ഒരു പ്രാവശ്യമെങ്കിലും കർത്താവെ ഈ കൂട്ടായ്മയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി വചനം ഘോഷിച്ച ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഹാലേലുയ കർത്താവെ ഹാലേലുയ ദൂതുകൾ തന്ന എല്ലാ ദേവദാസികളെ ഓർക്കുന്നു. അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലതും കർത്താവെ ഹാലേലുയ രക്ഷകനായ യേശു കർത്താവിന്റെ നാമത്തില് ഞങ്ങൾ താഴ്മയോടെ വീക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആശീർവാദം പറഞ്ഞു. സൈചന്ദൻ ആശീർവാദം പറഞ്ഞു. പാസ്റ്റർ അല്ലെങ്കിൽ പറഞ്ഞു പാസ്റ്ററെ. അല്ല ഞാൻ പറയാം, നോ പ്രോബ്ലം. ഓക്കെ പറയാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് അരിപ്പാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് പിതാപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന് മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ സംസർഗം അനുഗ്രഹവും കൂട്ടായ്മയും സംസർഗവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും പുലമ്പാടുള്ള വിശുദ്ധന്മാരുടെ മേലും ഇന്ന് മീറ്റിംഗ് കടന്നു വന്നവരുടെയും വചന ദൈവാസന്മാരുടെ മേലും ഇന്ന് ലീഡ് ചെയ്ത എല്ലാവരുടെ മേലും കർത്താവിന്റെ വരം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് മുഖാന്തരം ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ, ആമേൻ. പാസ്റ്ററെ, UK ഒരു